പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതമായ ഒരു സാക്ഷ്യവുമായി നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചാനലിൽ വന്നതായ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് ഏറെ പ്രയോജനവും അനുഗ്രഹവുമായി തീർന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കേൾക്കുന്ന ഈ വിലപ്പെട്ട സാക്ഷ്യം നിങ്ങളെ സ്വാധീനിക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം, ശ്രദ്ധയോടെ ആയിരിക്കാം. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ നമുക്ക് കാണാം, കേൾക്കാം, മറ്റൊരാൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ അതിഥിയെ ക്ഷണിക്കുകയാണ്. കർത്താവിന്റെ ദാസി സിസ്റ്റർ സുമ ഫിലിപ്പ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കർത്താവിന്റെ ദാസി സുമ ഫിലിപ്പിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം സമയം ചിലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ് ഫാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. സുമ ഫിലിപ്പിനെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്താൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസി ഒന്ന് പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് പറയാമോ? ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത് ഒഡീസയിൽ സംബൽപൂർ ഡിസ്ട്രിക്റ്റിൽ ബുർല എന്ന ടൗണിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഒറീസയിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. അവിടെ എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ, എന്ത് ചെയ്യുന്നു, വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നൊന്ന് പറയാമോ? ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഒരു നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിട്ട് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. എന്റെ ഹസ്ബൻഡ് ഇൻഡിപെൻഡൻസ് വേല ചെയ്യുന്ന ദേവദാസനാണ്, പാസ്റ്റർ ഫിലിപ്പ് ചാക്കോ. ഞങ്ങൾ രണ്ടുമേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ വേറെ ഇടത്താണ്. കുഞ്ഞുങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താമോ? കുഞ്ഞുങ്ങളെ എന്റെ മൂത്ത മോൻ ഏബേൽ പ്രിൻസ്റ്റൺ ഫിലിപ്പ്, അവൻ ദേഹ്രാദൂണില് ഒരു ദേവദാസനായി പാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുന്നു നേപ്പാളി ചർച്ചിൽ. അതിനോടൊപ്പം അവൻ ആസ്ഥ ഫൗണ്ടേഷനിലെ സ്റ്റുഡന്റ് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ഒരു മിനിസ്ട്രിയോടുള്ള വേറെ ബന്ധത്തിലും SGC എന്ന് പറയും, ആ SGCയുടെ കോർഡിനേറ്ററായി അവൻ വർക്ക് ചെയ്യുന്നു. മോളാണെങ്കിൽ അബ്ദേല എലിസബത്ത് ഫിലിപ്പ്, അവിടെ വിവാഹം നടന്ന് ഇപ്പൊ 2.5 വർഷമായി. അവള് മോൻ ഡാളസിലാണ്. അവൾ ഇപ്പം 1 മാസമായി. ലാസ്റ്റ് ജനുവരിയിൽ അവര് മൈഗ്രേറ്റ് ആയി അവിടെ ആയിരിക്കുന്നു. കർത്താവിന്റെ ദാസിയെ കുഞ്ഞുങ്ങളെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി നല്ല ഓർമ്മകളും നല്ല അനുഭവങ്ങളും നല്ല ചിന്തകളും അനുഭവങ്ങളും ഒക്കെ പങ്കുവയ്ക്കുന്നുള്ള ഒരു വേദിയാണ് അരോമ ടി വിയിലെ ഈ ചാനല്. അതുകൊണ്ട് കർത്താവിന്റെ ദാസിക്ക് തുടർന്ന് ജീവിതത്തിലെ ദൈവീയ അനുഭവങ്ങളെക്കുറിച്ചും കർത്താവിനെ അറിയാനിടയെ തരുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും ഒക്കെ അരോമ ടി വിയിലെ പ്രേക്ഷകരോടായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കർത്താവിന്റെ ദാസിക്ക് തുടർമാനമായി സംസാരിക്കാം. താങ്ക് യു പാസ്റ്റർ. ഞാൻ ജനിച്ചു വളർന്നത് കോന്നി അട്ടച്ചാക്കൽ എന്ന പ്രദേശത്താണ്. ഒരു കൊച്ചു ഗ്രാമമാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റില്. അവിടെ എൻ്റെ മാതാപിതാക്കളുടെ 3 പെൺമക്കളിൽ മൂത്ത മകളായി ജനിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് ദൈവം നൽകി. ഞങ്ങൾ മർത്തോമ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. മർത്തോമായിലായിരുന്നെങ്കിലും എൻ്റെ പേരൻസ് ഞങ്ങളെ ദൈവ ശിക്ഷണത്തിലും ദൈവത്തോടുള്ള സ്നേഹത്തിലും വളർത്തുവാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭാഗ്യം തന്നു. ആ മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. ഞാൻ മൂത്തവളായിരുന്നു. അതുകൊണ്ട് എല്ലാ ശിക്ഷണത്തിലും വളരുവാൻ എനിക്ക് കർത്താവ് ഇടയാക്കി തീർന്നു. ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വൈകിട്ട് ആഹാരം തരണമെങ്കിൽ പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് ആഹാരം ലഭിക്കത്തില്ല. എല്ലാം ഞങ്ങളുടെ അമ്മ 44 വയസ്സേ ഈ ഭൂമിയിൽ ജീവിച്ചുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് 100 വയസ്സ് വരെ ജീവിക്കാനുള്ള എല്ലാ ജീവിതത്തിന്റെ എല്ലാ അറിവും ഞങ്ങൾക്ക് തന്നിട്ട് ദേവദാസിക്ക് തരുവാനിടയായി. ഞാന് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നത് 12ാമത്തെ വയസ്സില്. അതുവരെ ഞാൻ പഠിത്തത്തില് എല്ലാം മോശമായിരുന്നു. പക്ഷെങ്കിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ യഹോവയെ അറിയുന്നവരുടെ ബുദ്ധിയുടെ ആരംഭമാണെന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ കർത്താവ് എൻ്റെ ബുദ്ധി അത് കഴിഞ്ഞ് വർദ്ധിപ്പിക്കാൻ ഇടയാക്കി. ഞാനൊരു കൊച്ചു കൂട്ടായ്മയിലാണ് ഞാൻ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചൊരു ഹൗസ് ഫെലോഷിപ്പില് ദൈവദാസനായ ജോർജ് എന്ന് പറഞ്ഞ ഒരു ദേവദാസൻ കടന്നു വന്നൊരു കൊച്ചു കൂട്ടായ്മ നടത്തുമായിരുന്നു. അതിൽ ഇങ്ങനാണ് പറഞ്ഞത്: ഇന്നിവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അതിനുള്ള അവസരം തരുന്നു. നാളെ നമുക്കുള്ളതാണോ എന്ന് അറിയത്തില്ല. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാതെ ആരും
സ്വർഗത്തിൽ പോകത്തില്ല. അതാ ദൈവദാസൻ പറഞ്ഞ വാക്യം. അത് കേട്ട ഉടനെ എൻ്റെ മനസ്സിൽ ഒരു വലിയ ഇത് വന്നു. കർത്താപ്പച്ച, ഞാൻ ഇന്ന് മരിച്ച എനിക്ക് സ്വർഗത്തിൽ പോയാൽ മതി, എനിക്ക് നരകത്തിൽ പോണ്ട. അപ്പൊ ഞാൻ ആ കൊച്ചു കൂട്ടത്തിൽ എണ്ണീച്ചിരുന്ന ഒരു കൊച്ചായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് യേശുവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു. ക്രിസ്തീയ ജീവിതത്തിന്റെ ആഴമോ അതിന്റെ ഉയർച്ചയോ വളർച്ചയോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു ആ സമയത്ത്. പക്ഷെ എൻ്റെ അപ്പച്ചന്റെ കരുണയാൽ ഞാൻ അന്ന് ദൈവത്തിന്റെ മകളായി എന്നെ സമർപ്പിച്ചു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഉടനെ വചനം വായിച്ചു എന്നോട് ആരും പറഞ്ഞതല്ല. എനിക്ക് ബൈബിൾ വായിച്ച് എൻ്റെ 15ാമത്തെ വയസ്സിൽ മനസ്സിലായി സ്നാനപ്പെടേണ്ടത് ആവശ്യമാണെന്ന്. കർത്താവ് വിശ്വസിച്ച് സ്നാനപ്പെട്ടാലേ നമുക്ക് ഉദ്ധാരമുള്ളതെന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ 15ാമത്തെ വയസ്സിലാ ദൈവം എനിക്ക് ആ സ്നാനത്തെ കുറിച്ചുള്ള ബോധം വരുത്തിയത്. എൻ്റെ വീട്ടിൽ ഇപ്പം എൻ്റെ ഫാദർ ഉണ്ട്, എൻ്റെ സെക്കൻഡ് മദർ ഉണ്ട്. എൻ്റെ മമ്മി ഒത്തിരി പെട്ടെന്ന് പോയായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ 2 പേരാണ്. ഒരാള് ഡാളസിലായിരിക്കുന്നു. എൻ്റെ അനിയത്തിയെ കെട്ടിയ കർത്താവിന്റെ ദാസന് പാസ്റ്ററാണ്. എൻ്റെ സെക്കൻഡ് അനിയത്തിയെ കെട്ടിയ അവര് സുജ, അവര് പാസ്റ്റർ ബിനു, അവരും സുവിശേഷ വേലയിലാണ്. അങ്ങനെ കുടുംബത്തിൽ നിന്ന് ആദ്യത്തിൽ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്ക് കർത്താവ് തന്നു. പക്ഷെങ്കിൽ ഈ 15ാമത്തെ വയസ്സിൽ ഞാൻ എൻ്റെ വീട്ടിൽ ഇത് പറഞ്ഞപ്പം എൻ്റെ അച്ചാച്ചിക്ക് ഒത്തിരി വിഷമമായിരുന്നു. എൻ്റെ ഫാദറിനെ അച്ചാച്ചി എന്നാ വിളിക്കുന്നത്. ഇതൊരിക്കലും ഇവിടെ ഒക്കത്തില്ലെന്ന് പറഞ്ഞു. പ്രാർത്ഥനയല്ലേ ഇഷ്ടം, പക്ഷെ പെന്തിക്കോസ്ത് അനുഭവത്തിൽ പോകുന്നതിനെ കുറിച്ച് അന്ന് എൻ്റെ അച്ചാച്ചി എതിർപ്പായിരുന്നു. ഞാൻ എൻ്റെ കർത്താപ്പച്ചനോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ ഒരു തീരുമാനത്തിലെത്തി, കർത്താവെ, എൻ്റെ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചു. കാരണം ഒരു ദിവസം ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ വളരെ വഴക്കായി, അലയായി. അപ്പൊ ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊരു വഴക്കോ മാതാപിതാക്കൾ തമ്മിൽ. പക്ഷെ ഞാൻ ഇത് പറഞ്ഞപ്പം അന്ന് ഭയങ്കരമായ പ്രോബ്ലം ഉണ്ടായി. എൻ്റെ പപ്പായുടെ സഹോദരങ്ങളൊക്കെ വരുവാനിടയായി. അതുകൊണ്ട് ഞാൻ എൻ്റെ കർത്താപ്പച്ചനോട് പറഞ്ഞു, എൻ്റെ കർത്താപ്പച്ച, എനിക്കറിയാം ഇത് സത്യമാണെന്ന്. പക്ഷെങ്കിൽ നിനക്ക് വിളിച്ച് എന്നെ ഇത് സത്യം മനസ്സിലാക്കിയതുപോലെ എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ സഹോദരങ്ങളെ അങ്ങിത് മനസ്സിലാക്കി കൊടുക്കുക. അവരെ അറിയാതെ ഞാൻ എങ്ങും പോയി സ്നാനം എടുക്കത്തില്ല. നീ എനിക്ക് ഇങ്ങനൊരു അവസരം ഒരുക്കണം. എന്നേക്കാൾ മുൻപ് അവർക്ക് സ്നാനം എടുക്കുവാൻ നീ സഹായിക്കണം. എൻ്റെ കൊച്ചു മനസ്സിലന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ 12th കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ആ പ്രീ ഡിഗ്രിക്ക് ഞാൻ രോഗിയായി. ഞാൻ 11 കഴിഞ്ഞപ്പോഴാണ് ഞാൻ ടൈഫോയിഡ് രോഗിയായി. ടൈഫോയിഡ് രോഗി മരിച്ച അവസ്ഥയിൽ എത്തിച്ചേർന്നത്. ആ കിടക്കയിൽ കിടന്നുകൊണ്ടാണ് ഞാൻ തീരുമാനമെടുത്തത്, എൻ്റെ ദൈവം എനിക്കൊരു പുതുജീവൻ ഇവിടുന്ന് എന്നെ രക്ഷിച്ചു കൊണ്ടുപോകണമെങ്കിൽ ഞാനൊരു നേഴ്സാകാൻ ആഗ്രഹിക്കുന്നു. എന്നെ ശുശ്രൂഷിച്ച ആ നേഴ്സുമാരുടെ ആ ശുശ്രൂഷയെ കണ്ട് ഞാൻ ആഗ്രഹിച്ചു, എനിക്കും ഭാവിയിൽ ഇങ്ങനെ ഒന്നാകുവാൻ കഴിയുമായിരുന്നെങ്കിൽ. അങ്ങനെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ, നീ എന്നെ ഇവിടുന്ന് രക്ഷിച്ചു വെളിയിൽ കൊണ്ടുപോയാൽ ഞാനൊരു നേഴ്സാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന്റെ ആഗ്രഹത്തെ മാനിച്ചു. എൻ്റെ 12th കഴിഞ്ഞ് ഞാൻ UP ഞാൻ കടന്നു വന്നു. എൻ്റെ മമ്മിയുടെ അനിയത്തി എന്നെ കൊണ്ടുവന്നു. അവിടെ 6 മാസം ഉത്തരോള എന്ന പ്രദേശത്ത് നിന്ന് ഞാൻ ഹിന്ദി പഠിച്ചു. അവിടെ എനിക്ക് ഏറ്റവും വലിയ ദുഃഖം അവിടെ ചെന്നപ്പം ഹിന്ദി അറിയാത്തതായിരുന്നു. കാരണം ഞാൻ കുഞ്ഞിലേ തൊട്ട് ഞാൻ പറഞ്ഞല്ലോ, മർത്തോമയിലാണെങ്കിലും പ്രാർത്ഥന എൻ്റെ ജീവിതമായിരുന്നു. ഞാൻ മർത്തോമ ചർച്ചിലും പ്രാർത്ഥിക്കുന്ന ഒരു പൈതലായിരുന്നു. അവിടെ ഞാൻ ചെന്നപ്പോ എനിക്ക് അവർ പറയുന്നൊന്നും മനസ്സിലാകത്തില്ല. അവിടുത്തെ പെന്തിക്കോസ്ത് ചർച്ചിൽ ചെന്നപ്പം എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് പറഞ്ഞു, അപ്പാ, എന്നെ നീ ഹിന്ദി പഠിപ്പിക്കാൻ. അപ്പൊ എൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, എന്നെ സ്നാനമൊന്നും പെട്ടിട്ടില്ല, എന്നോട് പറഞ്ഞു, നീ ഹിന്ദി ബൈബിൾ വായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ഹിന്ദി ബൈബിൾ എടുത്ത് വായിച്ചു. ഞാൻ 1 മാസം കൊണ്ട് എൻ്റെ യേശു എന്നെ ഹിന്ദി പഠിക്കാൻ പഠിപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു ഹിന്ദിയിൽ. അങ്ങനെ ഇപ്പൊ ഞാൻ മലയാളിയാണെങ്കിലും ഞാനിപ്പോ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഭാഷ ഹിന്ദിയാ. കാരണം എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ച ഭാഷയാണ്. അതെനിക്കൊന്നും അറിയത്തില്ലായിരുന്നു അതിന്റെ ABCD. അങ്ങനെ അവിടെ വന്ന് 6 മാസം കഴിഞ്ഞ് എന്നെ നേഴ്സിംഗ് ട്രെയിനിങ്ങിന് കൊണ്ടുവിട്ടു. ഈ നേഴ്സിംഗ് ട്രെയിനിങ്ങിന് അവിടെ കടന്നുപോയി കഴിഞ്ഞ് എൻ്റെ രണ്ടാമത്തെ 1989 ഫെബ്രുവരി 26 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു.
അപ്പൊ ഞാൻ 82-ൽ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച അന്ന് മുതൽ ഞാൻ പരിശുദ്ധാത്മാവിന് വേണ്ടി വളരെ ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പൈതലായിരുന്നു. യേശുപ്പ, എന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ടും അന്യഭാഷയോടുകൂടി നീ എന്നെ നിറയ്ക്കണേന്ന്. അങ്ങനെ ഞാൻ അന്ന് എൻ്റെ ബർത്ത്ഡേക്ക് 2-3 ദിവസത്തിന് മുമ്പോട്ടേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പച്ചാ, ഞാൻ ഇത്ര വർഷം കൊണ്ട് നിന്നോട് പ്രാർത്ഥിക്കുക, എനിക്ക് ഇതുവരെ ആ ഭാഗ്യം കിട്ടിയില്ല. എൻ്റെ ഈ ബർത്ത്ഡേക്ക് നീ എനിക്ക് തരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെ ഞാൻ ജിദ്ദി ചെയ്ത് കർത്താവിനോട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ആ ദിവസം ഒരു സൺഡേ ആയിരുന്നു. രാവിലെ ഞങ്ങള് ആരാധനയ്ക്ക് പോയി. അവിടെ എനിക്കൊന്നും ലഭിച്ചില്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ റൂമിൽ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്കൊന്നും ലഭിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ രാത്രി യൂത്ത് ഫെലോഷിപ്പിന് പോയി. അവിടെ മിഷൻ ഹോസ്പിറ്റലായിരുന്നു. അവിടെ പോയിട്ടു അവിടെയും പോയപ്പോഴെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാ പോകുന്നത്, ഇന്ന് എന്നെ നിറയ്ക്കണേ. നിറച്ചില്ല. ഞാൻ അത് കഴിഞ്ഞ് വാപ്പസ് വളരെ ദുഃഖത്തോടു കൂടി ഫസ്റ്റ് ഫ്ലോറിലാ എൻ്റെ റൂം. ഞാൻ അവിടോട്ട് കയറി വരുന്ന ഉടനെ ഞാനൊരു ചെറിയ പ്രാർത്ഥനയുടെ ശബ്ദം കേട്ട് എൻ്റെ സീനിയർ ചേച്ചിയുടെ റൂമിൽ. ഇന്നും ഞങ്ങൾ പൂട്ടിയിട്ടിട്ടാ പ്രാർത്ഥിക്കുന്ന. കാരണം അവിടെ ഞങ്ങൾ ഒച്ച വെച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് അതിന് ഒത്തിരി എതിരുണ്ടായിരുന്നു. വാർഡനൊക്കെ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കരുതെന്ന് എന്നോടും പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ എല്ലാരെയും വിളിച്ചു കൂട്ടാനും പ്രാർത്ഥിക്കാനും ഒക്കത്തില്ല, ഇവിടെ നിയമങ്ങളൊക്കെ ഉള്ളതെന്ന്. പക്ഷെങ്കിൽ അന്ന് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും അടച്ചിട്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അന്ന് ചേച്ചിയുടെ റൂം അടയ്ക്കാതെ എനിക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായിരിക്കും. അന്ന് അങ്ങനെ തുറന്നിട്ടുകൊണ്ട് പതുക്കെ പ്രാർത്ഥിക്കുന്ന കേട്ട് ഞാൻ ആ റൂമിൽ കയറി. ഞാൻ ആ ആഗ്രഹത്തോടെ കയറിയ, കർത്താവേ, നീ ഈ രാത്രിയായി എൻ്റെ ബർത്ത്ഡേ കഴിയുക, നീ എന്നെ നിന്റെ ആത്മാവിനെ നിറയ്ക്കണേ. ഞാൻ അവിടെ കയറിയിരുന്നു. ഞങ്ങൾ 2 ചേച്ചിമാരെ ഉള്ളായിരുന്നു. 2 ചേച്ചിമാര് ഞാനും കയറിയിരുന്നത്. കർത്താവിനോട് ഇത്ര പ്രാർത്ഥിച്ചതറിയാം. അത് കഴിഞ്ഞ് എനിക്കൊന്നും അറിയത്തില്ല. രാത്രി കണ്ണു തുറന്നപ്പോ 2:30 ഹല്ലേലൂയ. അന്ന് സർവശക്തനായ ദൈവം എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. ഒരു നദി പോലെ തന്റെ ആത്മാവിന്റെ അഭിഷേകത്താൽ എന്നെ നിറച്ചു. അത് കഴിഞ്ഞ് ഞാന് അതിന്റെ 4-ാമത്തെ ദിവസം ഈ അഭിഷേകം കിട്ടുമ്പോൾ ഭയങ്കര ഒരു എന്തോ പാർസണറിയ എല്ലാം എന്നെ കേൾക്കുന്ന പ്രേക്ഷകർക്കും അറിയാം. പരിശുദ്ധാത്മാവ് അഭിഷേകം നമുക്ക് കിട്ടുന്ന എന്തോ സന്തോഷം, എന്തോ ആനന്ദം. പിന്നെ അതിലങ്ങ് ആരാധിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ ആദ്യത്തെ 2 ദിവസം 3 ദിവസമായി 4 ദിവസമായി ഇങ്ങനെ ആരാധിച്ചു. 4-ാമത്തെ ദിവസം ഞാൻ ആരാധിച്ചോണ്ടിങ്ങനെ ലിസി ചേച്ചി എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുടെ റൂമിൽ ഇങ്ങനെ ഞാനും ചേച്ചിയും കൂടെ നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അന്ന് ഞാൻ മാല ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ കൊച്ചിലെ തൊട്ട് എൻ്റെ വീട്ടിൽ അധികം പൈസ ഇല്ലെങ്കിലും നമ്മുടെ നാട്ടിൽ കമ്മലും മാലയും മോതിരോ ഇതെല്ലാം കൊച്ചിലെ വാങ്ങിച്ചു തരുമല്ലോ നമുക്ക്. അങ്ങനെ എനിക്കും ഇതൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ 10ൽ പഠിക്കുമ്പോഴേ എനിക്ക് തോന്നി ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് പോകുമ്പം എന്നെ മറ്റുള്ളവർ ആകർഷിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഓർക്കും, എന്നെ നല്ലായിട്ട് കാണാതിരിക്കാൻ എന്തൊരു മാർഗമുണ്ട്, എന്നെ ആര് ചെറുക്കന്മാരും നോക്കരുത്, അതുകൊണ്ട് ഞാൻ എങ്ങനെ പോണം. അപ്പൊ എനിക്ക് തോന്നി എന്റെ കമ്മൽ ഊരിയാ ഞാൻ ഏറ്റവും അഴുക്കായിട്ട് തോന്നും. അല്ല, ദൈവം ആഭരണം ഊരാനൊന്നും പറഞ്ഞല്ല. എനിക്ക് തോന്നി അത്. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് എന്നന്ന് പറഞ്ഞു, വൈകിട്ടമ്മേ ഞാൻ കമ്മൽ ഊരാൻ ആഗ്രഹിക്കുന്നു. അമ്മ പറഞ്ഞു, മക്കളെ എനിക്കെതിരൊന്നുമില്ല, പിന്നെ അച്ചാച്ചി ഇവിടെ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല, അങ്ങനെ പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞു, ദൈവം നിന്നോട് പറയുന്ന പോലെ നീ ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ റൂമിൽ തന്നെ അവിടെ ഞങ്ങളുടെ റൂമിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് അന്ന് കമ്മലൂരിയ, അന്ന് 10ൽ പഠിക്കുമ്പോ. അത് കഴിഞ്ഞ് ബാക്കിയൊക്കെ ഇടുമായിരുന്നു ഞാൻ. അന്ന് വീട്ടിൽ ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കി എൻ്റെ ഫാദർ, ഒത്തിരി വഴക്കും. അതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കിയുള്ളതൊന്നും ഊരിയിട്ടില്ല, ഇടാതിരിക്കുകയാണ്. അപ്പൊ ഞാൻ അഭിഷേകം പ്രാപിച്ചതിന്റെ 4-ാമത്തെ ദിവസം ലിസി ചേച്ചിയുടെ റൂമിലിരുന്ന് ആരാധിക്കുമ്പോൾ ആരാധിച്ച് ആത്മാഭിഷേകത്തിൽ നിറയുമ്പോൾ എൻ്റെ കഴുത്തിനങ്ങ് കൊള്ളുക. ഞാൻ ആദ്യം എൻ്റെ മാല പിടിച്ച് ശരിയാക്കിയിട്ടു. പിന്നെ ഞാൻ ആരാധിച്ചു പിന്നെ ആത്മാവിന്റെ അഭിഷേകത്തിൽ നിറഞ്ഞപ്പോ പിന്നെ എൻ്റെ മുള്ളു കൊള്ളുന്ന പോലെ എൻ്റെ കഴുത്തിൽ കൊള്ളുക. അല്ലാതെ എത്രയോ ഞാൻ കൊച്ചിലേത് ഇടാൻ തുടങ്ങിയ മാലയാ. പക്ഷെങ്കിൽ അങ്ങനെ 4 പ്രാവശ്യം എനിക്ക് അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ അതിനെ, ദൈവമേ നിന്നെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ എനിക്ക് എതിര് നിൽക്കുന്ന ഇതിനെ ഞാൻ വലിച്ചു മാറ്റുന്നെന്ന് പറഞ്ഞ് ആ മാലയെടുത്ത ഒറ്റയൊരേറായിരുന്നു ചേച്ചിയുടെ കട്ടിന്റെ കീഴിലോട്ട്. അങ്ങനെ ഞാൻ ഇഷ്ടം പോലെ മണിക്കൂറുകൾ ഞങ്ങൾ ആരാധിച്ചു വന്നു. അത് കഴിഞ്ഞ് ആരാധനയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ മാല തപ്പിപ്പറക്കിക്കൊണ്ട് ബോക്സിനകത്ത് വെച്ചു. ബാക്കി വളയും മോതിരം ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ഊരിയിട്ടു. ഞാൻ പറഞ്ഞു, ഇനിയും കർത്താവേ എനിക്കിതിനിയും വേണ്ട. അങ്ങനെ ഞാൻ അതിനെ ഊരി വെച്ചു.
അങ്ങനെ കർത്താവ് എന്നെ 18 ഫെബ്രുവരി 26 പരിശുദ്ധാത്മാവിനാൽ നിറച്ചു. അന്ന് ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ 3rd ഇയറിൽ ചെല്ലുമ്പോഴാണ്, അവധിക്ക് വരുമ്പോഴാണ് നാട്ടിൽ വന്ന് എനിക്ക് സ്നാനപ്പെടാനുള്ള മഹാഭാഗ്യം എൻ്റെ ദൈവം എനിക്ക് തന്നേ. അതിനു മുമ്പ് കർത്താവിന്റെ അനുഗ്രഹത്താൽ എൻ്റെ അച്ചാച്ചിയും എൻ്റെ അമ്മയും എൻ്റെ 2 സഹോദരങ്ങളും അവര് സ്നാനപ്പെട്ട് അവര് ദൈവഭാഗത്തെ പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിൽ അതിനു മുമ്പ് വന്നിരുന്നു. പക്ഷെ ഞാൻ ബീഹാറിൽ പോയതുകൊണ്ട് എനിക്ക് അവിടെ ഒരു അവസരമില്ലായിരുന്നു ആ സമയത്ത് ഈ നാളുകളിലൊന്നും സ്നാനപ്പെടാൻ. പക്ഷെ എനിക്ക് ദൈവം തിരിച്ച് 1991 ഞാൻ സ്നാനപ്പെടാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നത്. അങ്ങനെ ചെറുപ്രായത്തിലെ ജീവിതം സ്പിരിച്വലി ആണെങ്കിൽ ഞാൻ ഈ സ്നാനപ്പെട്ട് കഴിഞ്ഞ് എൻ്റെ ഒരേ 18ാമത്തെ വയസ്സിൽ തൊട്ട് ഞാൻ ആഗ്രഹിക്കുമായിരുന്നു എനിക്ക് ഒരു അഭിഷക്തനെ, ദൈവത്തിന്റെ ദാസനെ എനിക്ക് കല്യാണം കഴിക്കണം. കർത്താവ് എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ നിന്നെ സ്നേഹിക്കുന്ന, നിന്നെ ഞാൻ 7 കാര്യം പറഞ്ഞു വെച്ച് എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കർത്താവെ, ക്രിസ്തുവിനെ, ദൈവത്തിന് ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പൈതലിനെ എനിക്ക് തരണമേ. അവരും മർത്തോമായി നിന്ന് ആദ്യം പെന്തിക്കോസ് വിശ്വാസത്തിൽ വന്നവരായിരിക്കണം. എൻ്റെ കൂട്ട് വീട്ടിലെ മൂത്തതായിരിക്കണം, കറുത്തതായിരിക്കണം, എന്നേക്കാൾ ഒട്ടും കൂടുതൽ എനിക്ക് സൗന്ദര്യം ഒന്നും വേണ്ട ആളല്ല. അങ്ങനെ പറഞ്ഞ് ഞാൻ അങ്ങനെ 7 കാര്യം വെച്ച് കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞാന് 4th ഇയറിൽ പഠിക്കുമ്പം എനിക്ക് നാട്ടിൽ നിന്ന് ഒരു എഴുത്ത് വന്നു. പിന്നെ എൻ്റെ ആങ്ങളയുടെ അപ്പത്തനൊക്കെ എൻ്റെ മമ്മി മരിച്ചു പോയിരുന്നു. നാട്ടിൽ നിന്ന് എൻ്റെ കസിൻ്റെ ഇത് വന്നു, എഴുത്ത് വന്നു. പിന്നെ നിന്റെ എല്ലാ കല്യാണം ഞങ്ങള് ഒരു അമേരിക്കയിലുള്ള ചെറുക്കനുമായിട്ട് ഞങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചു, അതുകൊണ്ട് ഫോട്ടോ അയച്ചു തരണം, അങ്ങനെയെല്ലാം പറഞ്ഞു. അപ്പം ഈ എഴുത്ത് വായിച്ചപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പൊ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പെന്തിക്കോസ്റ്റൽ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചു. എൻ്റെ ഫാദറിന് 10 സഹോദരങ്ങളാണ്. അവരാരും ഈ മാർഗത്തിൽ അന്ന് വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ഫാമിലി കുറച്ചു പേരൊക്കെ പെന്തിക്കോസ്റ്റ് വിശ്വാസത്തിലാക്കി. ബാക്കിയെല്ലാം ഞങ്ങൾ മണലൂർ ഫാമിലി, മൊത്തം മർത്തോമായില്ല. അപ്പം അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞ, അപ്പച്ച എന്നെ, അതൊരു മർത്തോമക്കാരനെ അവർ ആലോചിച്ചത്, എന്നെ തിരിച്ച് നിന്റെ ഹിതമാണെങ്കിൽ, ഞാൻ ഒന്നും എതിര് പറയുന്നില്ല. ഞാൻ അനേക ടെസ്റ്റ് മണികൾ കേട്ടിട്ടുണ്ട്. കർത്താവ് വരാനുള്ള ഹസ്ബൻഡിനെ കാണിച്ചു കൊടുത്തു, പിന്നെ പേര് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഞാൻ പല പല ടെസ്റ്റ് മണികൾ, ഇപ്പോൾ എങ്ങിച്ചോയുടെയും പുസ്തകങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ യേശുപ്പച്ചനോട് ആ എഴുത്ത് കിട്ടിക്കഴിഞ്ഞ് പറഞ്ഞു, കർത്താവേ, എന്നെ നീ ആഗ്രഹിക്കുന്ന ആളിനെ നീ എന്നെ കാണിച്ചു തരണം. കാരണം അവര് കൊണ്ട് എന്നെ എൻ്റെ മുന്നിൽ നിർത്തുമ്പം അങ്ങ് പറഞ്ഞത്, ഈ വ്യക്തിയെ കല്യാണം കഴിച്ച് ഇതിനെ ദൈവവേലയിലോട്ട് കൊണ്ടുവരാനാണ് നിന്റെ പ്ലാനെങ്കിൽ ഞാനത് ഓക്കെ ചെയ്യാം. പക്ഷെ അങ്ങ് എന്നെ കാണിക്കണം എൻ്റെ ഭർത്താവ് ആരാണെന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, 6 മാസത്തോളം പ്രാർത്ഥിച്ചു. അത് കഴിയുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ ദർശനത്തിൽ കാണുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി അമേരിക്കയിലുള്ളത് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല. അങ്ങനെ ഞാൻ ചുരുക്കി പറയുക, ദൈവം എന്നെ കാണിച്ചതുപോലെ തന്നെ ആ കുടുംബത്തിൽ അന്നത്തെ കാലത്ത് സാമ്പത്തികം വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും പോയി കയറാനൊക്കാത്ത ഒരു വീടായിരുന്നു. എൻ്റെ ചച്ചിക്ക് ഡവറി കൊടുക്കാനില്ലായിരുന്നു. പിന്നെ അങ്ങനൊക്കെ ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച, കർത്താവെ, ഒരു ഡവറിയും വാങ്ങിക്കാതെ നീ എന്നെ കാണിച്ചു തന്നെങ്കിൽ ആ ദൈവദാസനെയും കൊണ്ട് കർത്താവ് എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന്. അതുപോലെ എൻ്റെ ഭർത്താവിനോട് കർത്താവ്, പുള്ളി 21 ദിവസം ഉപവാസത്തിലിരിക്കുമ്പോൾ കർത്താവ് സംസാരിച്ച് എന്നെ കുറിച്ച്. അങ്ങനെ അത്ഭുതകരമായിട്ട് ഷോർട്ട് കട്ടിൽ പറയാൻ, ഞങ്ങളുടെ വിവാഹം 1992 ഓഗസ്റ്റ് 20 നടക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. തൻ്റെ പ്ലാനിന് മുമ്പ് ഞാൻ ഈ വിവാഹം നടക്കുന്നതിന് 4 ദർശനങ്ങൾ കണ്ടു. ആദ്യം ദൈവം എന്നോട് ഒരു ടിവിയിലെ സീരിയൽ പോലെ, TV കാണിക്കുന്ന പോലെ എന്നെ കാണിച്ചപ്പോൾ ഞാൻ ഒരിക്കലും അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനൊക്കത്തില്ല. ഞാൻ പറഞ്ഞു, കർത്താവെ, ആ വീട്ടിൽ ഒരിക്കലും എന്നെ കെട്ടിച്ചു വിടാൻ എൻ്റെ അച്ചാച്ചിക്ക് കഴിയത്തില്ല. ആ സമയങ്ങളിൽ ഞാൻ ഡൗട്ട് ചെയ്ത 4 സമയത്ത് ദൈവം എന്നെ 4 ദർശനങ്ങൾ കാണിച്ചു. ഇന്ന് വരെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ 3 ദർശനം ഇതുവരെ ഇപ്പൊ നടന്നു കഴിഞ്ഞു. ഇനി ഒരു ദർശനം അത് നടക്കാൻ ബാക്കിയാ, അതുവരെ ദൈവം നടത്തി. അങ്ങനെ
ഒറ്റ ഒരു ആഗ്രഹമുള്ളായിരുന്നു, ദൈവം പറയുന്നത് പോലെ പോണം. ദൈവം എന്താ പറയുന്നേ അതിനിടത്തോട്ടോ വലത്തോട്ടോ ഇല്ല. അങ്ങനെ ഇതുവരെയും ജീവിക്കാനുള്ള മഹാഭാഗ്യം എനിക്കും എൻ്റെ കുടുംബത്തിനും ദൈവം തന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പല രോഗത്തിന്റെ ഞാൻ അടിമയായി. എൻ്റെ കല്യാണം കഴിഞ്ഞു, എൻ്റെ 4th ഇയർ കഴിഞ്ഞ് നഴ്സിംഗ് കഴിഞ്ഞ ഉടനെ എൻ്റെ വിവാഹം നടന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് പിന്നെ നോർത്ത് ഇന്ത്യയിൽ തന്നെ കണ്ടിന്യൂ. അന്ന് ഞാൻ പിന്നെ ബീഹാറിലായിരുന്നു പഠിച്ചത്. ബീഹാറിൽ നിന്ന് ഞാൻ MB വന്നു. ബോണ്ടായിരുന്നു, എൻ്റെ 4 വർഷം ബോണ്ടായിരുന്നു. MB ഞാൻ 6 മാസം ജോലി ചെയ്തു കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ കർത്താവ് UP കൊണ്ടുവന്നു. ഈ കാലഘട്ടങ്ങളിലെല്ലാം ഞാൻ ഒരു ലൈറ്റ് ഫോർ ഡേറ്റ് ബേബി ആയിട്ടാണ് ജനിച്ചത്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഏജിനനുസരിച്ച്, എൻ്റെ ഗസ്റ്റേഷൻ പീരീഡിനനുസരിച്ച് ഞാൻ വെയിറ്റ് ഇല്ലായിരുന്നു. എൻ്റെ അമ്മയെ ഞാൻ വെളിയിൽ വന്നപ്പോൾ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുമെന്ന് ആരും ഓർത്തതല്ല. അന്ന് മരണത്തിന്റെ വക്കിൽ നിന്ന് എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു. എൻ്റെ അപ്പച്ചൻ എപ്പോഴും, എൻ്റെ അമ്മയുടെ അപ്പച്ചൻ പറയായിരുന്നു, മക്കളെ നീ ജീവിക്കുമെന്ന് ഞങ്ങൾ ആരും ഓർത്തല്ലെന്ന് എന്നോട് കൊച്ചിലെ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ആ അവസ്ഥയിൽ നിന്ന് കർത്താവ് എന്നെ ജീവനോട് രക്ഷിച്ചു. അത് കഴിഞ്ഞ് 5ാമത്തെ വയസ്സിൽ ഞാൻ വെള്ളത്തിൽ വീണ് നിറഞ്ഞ വെള്ളത്തിൽ വീണു. അരമണിക്കൂറോളം വെള്ളത്തിൽ കിടന്ന്. ആരെങ്കിലും വെള്ളത്തിൽ ഇത്രയും നേരം കിടക്കുമോ? ഞാൻ 3 പ്രാവശ്യം ഊപ്പർ നീച്ചെ പോയത് എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഞാൻ ഉഷയമ്മാമേന്ന് ഇങ്ങനെ വെള്ളത്തിൽ കിടന്ന് വിളിക്കുക, എന്നോട് സീനത്തിന്റെ ചേച്ചി. അങ്ങനെ എന്നെ രക്ഷപ്പെടുത്താൻ വരാൻ വേണ്ടി. അപ്പൊ ഞാൻ ആ വിളിക്കുന്ന ഉടനെ എൻ്റെ വായി വെള്ളം കയറും, ഞാൻ താന്നു പോകും. അങ്ങനെ പിന്നെ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ ദൈവത്തിന്റെ കരുണയാ ഞാൻ അന്ന് അരമണിക്കൂർ കഴിഞ്ഞ് എല്ലാരും ഓടി വന്നപ്പോഴത്തേന് എന്നെ പിടിച്ച് വെള്ളത്തിൽ നിന്ന് എടുത്തു. ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ 2ാമത്തെ തവണയും കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. അത് കഴിഞ്ഞ് 3ാമത്തെ എന്നോടുള്ള ഇതായിരുന്നു, എൻ്റെ രോഗമായിരുന്നു ടൈഫോയിഡ് വന്ന ആ സമയത്തൊക്കെ അധികം ആൾക്കാർക്ക് നമ്മുടെ നല്ല ചികിത്സയൊന്നും അത്ര ഇതുപോലെ ഇന്നത്തെ കാലത്തെ പോലില്ല. 12ാമത്തെ ദിവസം അറിയുന്നത് എനിക്ക് ടൈഫോയിഡാണ്. അതുവരെയും പനി പിടിച്ച് ചുമയും പനിയുമായിട്ട് ഞാൻ കിടന്നു. കട്ടിലിനോട് ഞാൻ പറ്റിയതാ. ആ കിടപ്പി ഞാൻ ഓർത്തയില്ല ഞാൻ രക്ഷപ്പെടുമെന്ന്. എനിക്കൊരു വെള്ളം പോലും ഇറക്കാനുള്ള ഇതില്ലായിരുന്നു. അത് കഴിഞ്ഞ് ട്രിപ്പൊക്കെ ഇട്ടായിരുന്നു എന്നെ കിടത്തിയിരുന്നത്. ആ കിടക്കയിൽ നിന്ന് എൻ്റെ യേശു എന്നെ വിടുവിച്ചു. അന്ന് എൻ്റെ അടുത്ത് വന്ന് മർത്തോമ ചർച്ചിലെ എൻ്റെ ഒരമ്മാമ്മ, ലീലമ്മാമ്മ, അവരിപ്പോ അവിടെ അമേരിക്കയില. അമ്മാമ്മ ഒന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ എൻ്റെ സുമ്മക്കുഞ്ഞിന്റെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകല്ലേ, കാരണം ടൈഫോയിഡ് ആകുമ്പം തലമുടിയെല്ലാം പൊഴിഞ്ഞു പോകും. അങ്ങനെ ആ ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് എൻ്റെ തലമുടി ഒന്നും പൊഴിഞ്ഞില്ല. എൻ്റെ മോന് 2 പ്രാവശ്യം ഇപ്പൊ ടൈഫോയിഡ് വന്ന് അവന്റെ തലമുടിയെല്ലാം ഒത്തിരിയും പോയി. പക്ഷെ ആ സമയത്ത് ആ അമ്മാമ്മ സ്പെഷ്യലി അത് പറഞ്ഞെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ തലമുടി പോലും വന്ന് പൊഴിയുവാൻ ഇടയാകാതെ കർത്താവ് എന്നെ റിക്കവർ ചെയ്തു. പക്ഷെ ഞാൻ ഒത്തിരി വീക്കായി പോയോണ്ട് എൻ്റെ 2nd PDCയിൽ എനിക്ക് 1 വർഷം ലേറ്റ് ആയി പോകാനിടയാ. 1 വർഷം മൊത്തം എൻ്റെ പഠനം നഷ്ടപ്പെട്ടു പോയി. അതുപോലെ ഞാൻ വീക്കായി പോയായിരുന്നു. പക്ഷെ അവിടുന്ന് എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ചു കഴിഞ്ഞ് നേഴ്സിങ്ങിന് വന്നപ്പം ഫസ്റ്റ് ഇയറിന്റെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം, അനോട്ടമിയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നപ്പം ഞാൻ കംപ്ലീറ്റ് ബോധം കെട്ടുപോയി. എനിക്കൊന്നും അറിയത്തില്ല. 4 ഞാൻ ആൻസർ എഴുതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ അന്ന് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, അതിനകത്ത് ബെസ്റ്റ് ആൻസറിന് നമ്മളെ ഫില്ല് ചെയ്യണം ആ റൗണ്ട്. അത് 4 ഫില്ല് ചെയ്ത് എനിക്കറിയാം. ഞാൻ അവിടെ ചെന്നിരുന്നപ്പം തൊട്ട് എനിക്ക് തലകറക്കം ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ശ്രമിച്ചു പിടിച്ച് തല കറങ്ങാതിരിക്കാം. പക്ഷെ 4 അത് ഇട്ട് കഴിഞ്ഞ് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എവിടാന്നൊന്നും ഒന്നും അറിയത്തില്ല. എനിക്ക് ബോധം വന്നപ്പം ഞാനൊരു മെത്തേ കിടപ്പുണ്ട്. ഞങ്ങളുടെ ആ എക്സാം ഹാളിൽ തന്നെ ഒരു സ്റ്റേഡിയം പോലെ ഒരു ബാക്ക് സൈഡിൽ ഒരെണ്ണം ഉണ്ട്. അതിൽ എന്നെ ഇങ്ങനെ മെത്തയിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഒരു പേപ്പറും ഉണ്ട്. ഞാൻ ആ പേപ്പർ അവസാനം വന്ന് എൻ്റെ കണ്ണു തുറന്ന് ഞാനൊരു നല്ല ഇതിൽ ബോധത്തിൽ വന്നപ്പോഴത്തേന് എൻ്റെ പരീക്ഷയുടെ പേപ്പറിന്റെ സമയവും കഴിഞ്ഞു. എന്നിട്ട് അത് പോവുകയും ചെയ്തു. അപ്പൊ ഞാൻ ഓർത്ത്, കർത്താവെ, ഞാൻ ഒന്നും എൻ്റെ ബോധത്തിൽ എഴുതിയിട്ടില്ല, 4 അക്ഷരമേ ഉള്ളൂ. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അതിന്റെ ആൻസർ വന്നപ്പോ എനിക്ക് 64% ഉണ്ട്. അന്ന് 60% വേണം ജയിക്കാൻ. അപ്പൊ 4 മാർക്ക് എൻ്റെ, ആ 4 ഞാൻ കറക്റ്റ് ആൻസർ എഴുതി, എനിക്ക് ബോധമുണ്ട്. ബാക്കി 60ന്റെ ഞാൻ എഴുതിയില്ല. പരിശുദ്ധാത്മാവ് എന്നെയും കൊണ്ട് അവിടെ കിടത്തി എഴുതിപ്പിച്ചു.
അങ്ങനെ കർത്താവ് അവിടെ നിന്ന് എന്റെ മരണത്തിന്റെ അവസ്ഥയിൽ തന്നെ കർത്താവ് വിടുവിച്ചു. മരണത്തിന് വിട്ടുകൊടുത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 96 ആയപ്പം ഞങ്ങള് UP തന്നെയായിരുന്നു ആ സമയത്തും. 96ന്റെ അവസാനം 97 ഫസ്റ്റ് ഫെബ്രുവരിയില് എനിക്ക് പനിയായി. ഫെബ്രുവരി 1-ാം തീയതി ഞാൻ പനിച്ചു. ഹൈ ഫീവർ ആയി. എന്നെ കൊണ്ടുപോയി. ഞാൻ അന്ന് ഇൻഡാൽക്കോയിൽ വർക്ക് ചെയ്യുക, സിസ്റ്റർ ഗ്രേഡ് 1 ആയിട്ട്. ആ സമയം എന്നെ കൊണ്ട് അഡ്മിറ്റ് ആക്കി. അത് 3-4 ദിവസം ആയപ്പോഴത്തേന് എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ആയി. അങ്ങനെ ഞാനൊരു കാർഡിയാക് പേഷ്യന്റ് എന്ന് അവിടെ നിന്ന് ഡിറ്റക്ട് ചെയ്തു. കാർഡിയാക് പേഷ്യന്റ്. ആ സമയത്ത് എൻ്റെ ഒരൊറ്റ ECG പോലും നോർമലായിട്ട് വരത്തില്ല. എല്ലാത്തിലും ഇസ്കീമിയൽ ഹാർട്ട് ഡിസീസാ വരുന്നത്. അതുപോലെ എൻ്റെ ഹാർട്ട് ബീറ്റ് അടിക്കുന്ന ദൂരെ ആൾക്കാർക്ക് കാണാം. പെട്ടെന്ന് ഇതിന്റെ നമ്മുടെ തുണിയുടെ മേളിൽ കൂടെ അത് അറിയാം. ടെക്കിക്കാർഡിയ ഭയങ്കരമായിരുന്നു. രാത്രികൾ അന്ന് 12 ദിവസം കഴിഞ്ഞ് 14 ദിവസത്തോളം അവിടെ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് എന്നെ വീട്ടിൽ വിട്ടു. ഒരു ചുമട് എനിക്ക് മരുന്നും തന്നു. എല്ലാ ഹാർട്ടിനുള്ള RHD, പിന്നെ ഇസ്കീമിയൽ ഹാർട്ട് ഡിസീസ് ഇതെല്ലാം എഴുതി. അപ്പൊ എൻ്റെ ഡോക്ടർ എല്ലാം വന്ന് പറഞ്ഞു, സിസ്റ്റർ ബൈ ബർത്ത് ഹാർട്ട് പേഷ്യന്റ് ആന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, എനിക്ക് ഇതുവരെ ഒരു കുഴപ്പം ഉണ്ടായിട്ടല്ല സിസ്റ്റർ. അന്ന് എനിക്ക് ഉണ്ടായിക്കോയി പുതിയതായിട്ട് ഞാൻ 96 ഡിസംബറിൽ അവിടെ കയറി. അപ്പൊ അവരോർത്തു ഞാൻ എന്റെ ജോലി പോകുമെന്ന് വിചാരിച്ച് ഞാൻ കള്ളത്തരം പറയുവാന്ന് പറഞ്ഞു. ജോലിയുടെ കാര്യത്തെ ഓർക്കണ്ട, സത്യം പറ, കൊച്ചിലെ തൊട്ടാന്ന് ചോദിച്ചു. അന്നേരം ഞാൻ പറഞ്ഞില്ല, എനിക്ക് 2 കുഞ്ഞുങ്ങളും ഉണ്ടായി, അത് നോർമലാ, എനിക്കൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായില്ല. പക്ഷെ അന്ന് ഞാനായി ആ ഒരു 1.5 വർഷത്തോളം ഞാൻ വളരെയധികം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ രാത്രി മൊത്തം എനിക്ക് ഡിസ്നിക്കായിട്ട് വരും. എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുഞ്ഞുങ്ങള്, അതിൻ്റെ മോക്ക് 1 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. എൻ്റെ ഹസ്ബൻഡ് ഒത്തിരി കഷ്ടപ്പെട്ടു. രാത്രി എനിക്ക് പ്രോബ്ലം ആകുമ്പോൾ എണ്ണിക്കും, പ്രാർത്ഥിക്കും, എനിക്ക് ഇച്ചിരി വിടുതൽ കിട്ടും, ഞാൻ ഉറങ്ങും. പിന്നെ രാത്രികളിൽ ഇങ്ങനെ ഉറക്കളച്ചിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് അതിൻ്റെ ഇടയ്ക്കെല്ലാം ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഞാൻ 1-2 പ്രാവശ്യം അഡ്മിറ്റ് ആയി. ലേറ്റസ്റ്റ് OT സർജറി അസിസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഡോക്ടറെ. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഹെവിനെസ് വന്നു. പിന്നെ എന്നെ എമർജൻസി കൊണ്ടുപോയി. ECG എടുക്കുമ്പോഴേ എൻ്റെ ECG തെറ്റാ. അന്നും ഡോക്ടർ പറഞ്ഞു എന്നോട്, സിസ്റ്ററെ, നീ എന്തുകൊണ്ടാണ് നിന്റെ പ്രോപ്പർ ഇലാജ് എടുക്കാത്തെ? നിനക്കെല്ലാം ഫ്രീ ആയിട്ട് എന്നിട്ട് നീ എടുക്കത്തില്ല, ഒത്തിരി കെയർലെസ്സാ എന്നും പറഞ്ഞു. അപ്പം ഞങ്ങളുടെ ഡോക്ടറിനോട് ഞാൻ സത്യം പറഞ്ഞാല് 1 മാസമേ ഹാർട്ടിന്റെ മരുന്ന് കഴിച്ചുള്ളൂ പാസ്റ്റർ. ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചങ്ങ് കളഞ്ഞായിരുന്നു എല്ലാ മരുന്നുകളും. ഞാൻ പറഞ്ഞു, കർത്താവ്, എനിക്ക് ഇത്രയും കഴിക്കാൻ വയ്യ, നീ എനിക്ക് ജീവൻ തരുന്നെങ്കിൽ നിനക്ക് വേണ്ടി മരിച്ചെങ്കിലും എനിക്ക് സന്തോഷമാ, ഞാൻ നിന്റെ അടുത്ത് വരും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ കുറിച്ചോ മക്കളെ കുറിച്ചോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല, എനിക്ക് പ്രയാസമില്ല, അവരെ ദൈവം കാക്കും. അതുകൊണ്ട് നിന്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതത്തിൽ നടത്ത്. അങ്ങനായി ഞാൻ ലാസ്റ്റ് അങ്ങനെ സ്ക്രബ് ചെയ്തുകൊണ്ടിരുമ്പം പ്രോബ്ലം ആയിട്ട് പിന്നെ എന്നെ എമർജൻസി കൊണ്ടുപോയപ്പോൾ ഇതുപോലെ. അപ്പം ഡോക്ടർ ഗംഗ്വാൾ അന്ന് എമർജൻസി വന്ന ഫിസിഷ്യൻ, പുള്ളി ECG എടുത്തിട്ട് ഉടനെ ഞങ്ങളുടെ ബ്രിഗേഡിയർ ആയിരുന്നു, ഞങ്ങളുടെ മെഡിക്കൽ സൂപ്രണ്ട്. പുള്ളിക്കാരനെ വിളിച്ചു, സിസ്റ്റർ ഇങ്ങനെ ഇത് ഇവിടെ ചെയ്യാനൊക്കത്തില്ല, ഇമ്മീഡിയറ്റ്ലി കാർഡിയാക്ക് യൂണിറ്റിൽ ഷിഫ്റ്റ് ചെയ്യണം, അതുകൊണ്ട് റെഫറൽ ലെറ്റർ എഴുതി ബനാറസി വിടാൻ പറഞ്ഞു, ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ലെറ്റർ വാങ്ങിച്ചു. അന്ന് രാത്രി കഴിക്കാനുള്ള മരുന്ന് തന്നു, എന്നെ വീട്ടിൽ വിട്ടു. അവിടെ അഡ്മിറ്റ് ആകാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നു. ഞങ്ങളുടെ വിശ്വാസികളെല്ലാം ആ സമയത്ത് നമ്മുടെ കല്ലുമല സഭയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ആ സഭയിലായിരുന്നു അന്ന് പൊക്കൊണ്ടിരുന്നേ. അന്ന് അവിടെ എല്ലാരും വന്ന് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി. എല്ലാരും പറഞ്ഞു, സിസ്റ്ററെ, ഒരു നല്ല റിസൾട്ട് കൊണ്ട് വരണേ. ഞാൻ പറഞ്ഞു, നല്ലതാണെങ്കിലും തീയതാണെങ്കിലും എൻ്റെ കർത്താവിന്റെ ഇഷ്ടം നടക്കട്ടെ എൻ്റെ ജീവിതത്തിൽ. അങ്ങനെ ഞങ്ങള് പക്ഷേ രാത്രി മൊത്തം ശ്വാസം മുട്ടല. രാവിലെ ഞങ്ങള് ബസ്സിന് കയറിപ്പോയി. കാരണം ഞങ്ങളുടെ കയ്യിൽ അന്നേരം പൈസയൊന്നും ഇത്രയില്ലായിരുന്നു. ബസ്സിന് കയറി അവിടുന്ന് 4 മണിക്കൂറത്തെ യാത്രയുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ ബനാറസിലെത്താൻ. ഒരു 1.5 മണിക്കൂർ ദൂരം ഞങ്ങൾ ചെന്നു. അപ്പം എനിക്ക് ഈ ഭയങ്കര ഹെവിനെസ്സാ ചെസ്റ്റിന്.
ഇത്രയും നേരം ഒരു മല കയറി ബസ് ഇറങ്ങിയപ്പം എന്റെ ശരീരം മൊത്തം സ്വെറ്റായി, വേർത്തു. എന്റെ ശരീരം മൊത്തം വേർത്തിട്ട് ഇങ്ങനെ ഞാനൊരു ലൈറ്റ് പോലായി. അതിൽ എനിക്ക് തോന്നി എനിക്ക് ഒട്ടും ഭാരമില്ലാത്ത പോലെ. അപ്പൊ എന്റെ റേച്ചാൻ എന്റെ അടുത്തിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ചു എനിക്ക് ശ്വാസം എടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദിച്ചു, അപ്പൊ എന്റെ ചെസ്റ്റിനോട്ട് നോക്കി ഇങ്ങനെ പറഞ്ഞു, എടി നീ ശ്വാസം ശരിക്കായി ഇപ്പൊ എടുക്കുന്നതെന്ന് പറഞ്ഞു. ശ്വാസം അടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം എനിക്കൊരു പുതിയ ഹൃദയം തന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് എന്തോ സംഭവിച്ചിപ്പോഴ് എനിക്ക് നല്ലതായിട്ട് ഇപ്പൊ ബ്രീത്ത് ചെയ്യാൻ പറ്റും, ഞാൻ ഹൽക്കയാന്ന് പറഞ്ഞു. അപ്പം വെയിറ്റ് ഇല്ലാത്ത പോലെ. അത് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുൻപോട്ട് പോയി, അരമണിക്കൂർ കൂടെ മുൻപോട്ട് പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, അച്ചു ദൈവം എന്നെ സൗഖ്യമാക്കിയതാ, നമുക്ക് തിരിച്ച് വരാമെന്ന് പറഞ്ഞു, നമുക്ക് തിരിച്ച് രേണുക്കോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പൊ റേച്ച എന്നോട് പറഞ്ഞു, പിന്നെ എപ്പോഴും എന്റെ ഡോക്ടർമാര് പറയുമായിരുന്നു, ഞാൻ അവരോട് റൗണ്ട് എടുക്കുമ്പോ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടർമാര് പറയും, ഡോക്ടർ അംബരീഷ് ത്രിപാഠി എന്നോട് പറയുമായിരുന്നു, തും ഹസ്തേ ഹസ്തേ രഹേഗി, നീ ചിരിച്ചോണ്ട് നടക്കും, പക്ഷെ നീ ഓൾ ഓഫ് സഡൻ മരിച്ചു പോകും, നിന്റെ ഭർത്താവിനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ആരും കാണത്തില്ല, നീ ഇങ്ങനെ ചിരിച്ചോണ്ട് നടക്കുക യേശു യേശു പറഞ്ഞോണ്ട്, പക്ഷെ നീ അചാനക് മരിച്ചു പോകുന്ന എന്നോട് പലവട്ടം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും ഞാൻ പുള്ളിയോട് പറയും, മരിച്ചാലും ജീവിച്ചാലും യേശുവിന് വേണ്ടി, അതുകൊണ്ട് എനിക്കൊരു ഭയവും ഇല്ലെന്ന് ഞാൻ പറയും. അപ്പൊ അച്ഛനോട് ഞാൻ പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, ബസ്സിൽ താഴെ ഇറങ്ങാം, നമുക്ക് തിരിച്ചു പോകാം, ദൈവം എന്നെ സൗഖ്യം. അപ്പൊ റേച്ച എന്നോട് പറഞ്ഞു, അല്ലടി അവര് യേശു യേശു പറഞ്ഞുകൊണ്ടിരിക്കുക, ഇനിയും പറയും ഭർത്താവ് ഭാര്യയുടെ ട്രീറ്റ്മെന്റ് ചെയ്യത്തില്ല, അതുകൊണ്ട് ദൈവം ചെയ്ത് നമുക്ക് റിപ്പോർട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു, അല്ലാതെ നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബനാറസിൽ ചെന്നു. അവിടെ ഇറങ്ങി ഹെറിറ്റേജ് ഹോസ്പിറ്റലിൽ ചെന്ന് അവിടുത്തെ HOD ഞങ്ങളുടെ ബ്രിഗേഡിയർ സാർ ലെറ്റർ എഴുതിയിരുന്നേ, നീ തന്നെ എല്ലാ ജാൻസും ചെയ്യണം, ആർക്കും ജൂനിയർക്ക് കൊടുക്കല്ല, ഞങ്ങളുടെ സിസ്റ്ററാ, ഇതിന്റെ എത്രമാത്രം കർച്ചയുണ്ട് അവരോടൊന്നും ചോദിക്കല്ല, കമ്പനി പേ ചെയ്യും എന്നെല്ലാം എഴുതി വിട്ടിരുന്നു. ആ എഴുത്ത് ഞാൻ കൊടുത്തിട്ട് എന്റെ എല്ലാ റെക്കോർഡിലും ഇത്രയും മോട്ടോർ റെക്കോർഡ് ഉണ്ടായിരുന്നു ഒരു വർഷത്തെ, അതിനകത്തെല്ലാം എന്റെ കാർഡിയാക് മർമർ പ്ലസ് എന്നായിരുന്നേ, മർമറായി പ്ലസ്. ടെലസ്കോപ്പ് വെക്കുന്നുണ്ടെ അവർക്ക് ആ മർമർ പ്ലസ് എന്നും പറഞ്ഞ് അവർ എഴുതും. അപ്പം ഈ റെക്കോർഡെല്ലാം പുള്ളി നോക്കി. അന്ന് എനിക്ക് 28 ഇയേഴ്സാ. എന്നെ ഒത്തിരി ദുഃഖത്തോടെ ആ ഡോക്ടർ നോക്കി, ഇത്രയും ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇത്രയൊക്കെ ഹാർട്ട് പേഷ്യന്റ് ആയല്ലോ. അത് കഴിഞ്ഞ് പുള്ളി എന്നെ ഫസ്റ്റ് സ്റ്റെതസ്കോപ്പ് വെച്ചു. സ്റ്റെതസ്കോപ്പ് വെച്ചപ്പോഴേ പുള്ളിക്ക് മനസ്സിലായി ആ മർമറ് അവിടെ ഇല്ല. പുള്ളി ഇങ്ങനെ പറയാൻ തുടങ്ങി, സിസ്റ്ററെ നിന്റെ ഡോക്ടർ, എല്ലാം ഇന്ത്യയിലാ പറയുന്നത്, നിന്റെ ഡോക്ടർ, എനിക്ക് മനസ്സിലായി നിന്റെ ഡോക്ടർ തെറ്റ് ഡയഗ്നോസിസ് ചെയ്തെന്നാ പറയാൻ വരുന്നു. ഞാൻ പറഞ്ഞില്ല ഡോക്ടർ ജി, മേരെ പരമേശ്വർ മുझे രാസ്തേ മേ ചംഗാ കിയാ എന്ന് പറഞ്ഞു. എന്റെ പരമേശ്വർ എന്നെ വഴി വെച്ച് സൗഖ്യം തന്നെന്ന് പറഞ്ഞു. പുള്ളിക്കാരനൊന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, നിന്റെ പരമേശ്വർ സൗഖ്യം തന്നാലും തന്ന് കാണുമായിരിക്കും, അത് എനിക്ക് പറയാനൊക്കത്തില്ല, നിന്റെ ബ്രിഗേഡിയർ സാർ എനിക്കൊരു എഴുത്ത് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് നിന്റെ ജാൻസ് ഒക്കെ എനിക്ക് ചെയ്തേലേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഇക്കോയും എല്ലാ പ്രൈമറി കാർഡിയാക്കിന്റെ എല്ലാ ചെക്കും ചെയ്തു, എല്ലാം നോർമലാ, എന്റെ ഇക്കോയും നോർമൽ, എല്ലാം നോർമൽ. അവസാനം എനിക്കൊരു ലെറ്റർ എഴുതി തന്നു, പിന്നെ ഷീ ക്യാൻ ഡു നോർമൽ ഡ്യൂട്ടി, ഷീസ് നോർമൽ, എല്ലാം നോർമലായിട്ടൊരു വന്നു. അതുകൊണ്ട് ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. എന്റെ ഡോക്ടർമാര് എന്നോട് പറഞ്ഞ, നീ മരിച്ചു പോന്ന് പറഞ്ഞ ആ ഡോക്ടർമാരോട് കൂടെ ഞാൻ ഓടി നടന്ന് 9 വർഷത്തോളം അവിടെ ഞാൻ ജോലി ചെയ്തു. കർത്താവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെ സൗഖ്യം എനിക്ക് കർത്താവ് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ എനിക്ക് തന്നു. അത് കഴിഞ്ഞും ശാരീരികമായിട്ടുള്ള പീഡനങ്ങളെ ഞാൻ അനേക അനുഭവിച്ചു. അത് കഴിഞ്ഞ് ഞാന് ഇതെന്റെ 28 വയസ്സിൽ നടക്കുന്നു. പിന്നെ ഞാന് ബ്ലഡ് പ്രഷർ എനിക്ക് ഹൈപ്പോട്ടൻസീവായി. ഞാൻ രാജസ്ഥാനിലാണ്, ഞങ്ങള് രാജസ്ഥാൻ ഹോസ്പിറ്റൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെറുതായി പെട്ടെന്ന് പറയാം, അത് കഴിഞ്ഞ് എനിക്ക് യുവൈറ്റിസ് വന്നു. യുവൈറ്റിസ് എന്ന് പറഞ്ഞാൽ 1000-ൽ ഒരാൾക്ക് വരുന്നാന്ന് പറയാം, കണ്ണിന്റെ ഒരു അസുഖമാണ്. അത് വന്നാല് ബ്ലൈൻഡ്നെസ് എപ്പം വേണമെങ്കിലും നമുക്കുണ്ടാവും.
ആ രോഗം എന്നെ വന്നു. അന്ന് എന്റെ ഡോക്ടർ പറഞ്ഞു, നീ ഓൾ ഓഫ് സഡൻ നിന്റെ ബ്ലൈൻഡ് ആവും, അതുപോലെ നിന്റെ ഇത്ര ക്രിട്ടിക്കലാ, പിന്നെ നീ ഓൾ ഓഫ് സഡൻ നിന്റെ ബോണും ഡിഫോമിറ്റി ആവും, അങ്ങനെ നീ ഇങ്ങനെ ചരിഞ്ഞ് ആയിപ്പോ എന്നേ പറഞ്ഞ. ആ അവസ്ഥയിൽ നിന്നും എന്റെ കർത്താവ് ഇന്ന് വരെ, ഇന്ന് 55 വയസ്സായി, ഇന്ന് വരെയും ദൈവം എന്റെ കണ്ണിന്റെ കാഴ്ച നൽകി എന്നെ സൗഖ്യത്തോട് കർത്താവ് എന്നെ കൊണ്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഗ്ലാൻ TV ആയി. അതിൻ്റെ ഇടയിൽ എനിക്ക് ചിക്കൻ പോക്സ് വന്നു. പിന്നെ ലേറ്റസ്റ്റിൽ എനിക്ക് ഒരു ഡയബറ്റിക്കിന്റെ കോംപ്ലിക്കേഷൻ മൂലം എനിക്ക് ഒരു അബ്സസ് ആയി. അബ്സസ് അനോറെക്ടൽ ഫിസ്റ്റുളയായി. അതിനുവേണ്ടി 4 പ്രാവശ്യം സർജറി ചെയ്തു. ഡോക്ടർമാർക്കൊന്നും ആ ഫിസ്റ്റുളയുടെ എൻഡ് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ലക്നൌവിലായിരിക്കുമ്പം അവിടെ ഒരു സർജൻ ദൈവം കൊണ്ട് തരുന്ന പോലെ എൻ്റെ തന്നെ സ്റ്റാഫ് എന്നെ പരിചയപ്പെടുത്തി. അവിടുന്ന് പോയിരുന്ന മേദാന്ത ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സർജൻ ഉണ്ട്, മാഡം വന്ന് കാണാൻ പറഞ്ഞ് അങ്ങനെ അവിടെ പോയി ആ സർജറി ലാസ്റ്റ് നടത്തി. അവരെല്ലാം ഹോപ്പ് വിട്ടു. അവര് ചെയ്യാവുന്ന എല്ലാം ചെയ്തിട്ടും അതിന്റെ എൻഡ് കണ്ടില്ല. അത് കഴിഞ്ഞ് അവർ നിർത്താൻ തുടങ്ങിയപ്പം ലാസ്റ്റ് എന്നോട് വന്ന് ഡോക്ടർ പ്രണവ് പറഞ്ഞ്, ലാസ്റ്റ് ഒരു അറ്റംപ്റ്റ് മാഡം ഞങ്ങൾ ചെയ്തതാ, ആ സമയത്ത് നിന്റെ എൻഡ് കിട്ടി. അങ്ങനെ ഞങ്ങളെ കഴിയാവുന്ന എല്ലാം ചെയ്തിട്ടുണ്ട്, പിന്നെ ദൈവം പ്രവർത്തിക്കും, ദൈവത്തിന്റെ കരങ്ങളിലായല്ല, ഞങ്ങൾക്കൊന്നും ഇതിൽ കൂടുതൽ ചെയ്യാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഓപ്പറേഷൻ കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു, അൺബിയറബിൾ പെയിൻ, 24 hours പെയിനാ. പിന്നെ മോശം പോകുമ്പം പറയാനും ഒക്കത്തില്ല, നമുക്ക് സഹിക്കാൻ നൊക്കാത്ത വേദന. അങ്ങനെ 1921 സെപ്റ്റംബർ 12 ഇത്രയും സിവിയർ പെയിൻ ആയി. എനിക്ക് അൺബിയറബിൾ. ഞാൻ ഒത്തിരി സഹിക്കുന്ന ഒരു സ്ത്രീയായി, ഇത്രയും കഷ്ടത്തിൽ കൂടെ കടന്നുപോയി, ഒത്തിരി സഹിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. പക്ഷെ ആ പെയിൻ എനിക്ക് സഹിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഞാൻ രാത്രി എൻ്റെ അച്ഛനോട് പറഞ്ഞു, എൻ്റെ റേച്ചാനോട് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ മരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാനും പ്രാർത്ഥിച്ചു, കർത്താവെ പൂർണ്ണമായിട്ട് എൻ്റെ വേല തികച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നിന്റെ അരികിൽ നീ വിളിച്ചേര്, എനിക്ക് ഈ വേദന സഹിക്കാൻ ഒക്കത്തില്ല, അതിൽ നല്ലത് ഞാൻ നിന്റെ രാജ്യത്തിൽ എത്തുന്നതാ. അത് കഴിഞ്ഞ് റേച്ചാനോടും പറഞ്ഞു, ഇന്ന് പ്രാർത്ഥിക്കണം ഞാൻ മരിക്കാന്, എനിക്ക് കുറയാൻ ഇനിയും പ്രാർത്ഥിക്കേണ്ട, മരിക്കാൻ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളോടൊന്ന് ഫോൺ എന്നിട്ട് എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും കരയരുത്, എത്ര ആരാധിക്കാമോ അത്ര എൻ്റെ ഫ്യൂണറലിന് ആരാധിക്കണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, കാരണം ഞാൻ എൻ്റെ ദൈവത്തിന്റെ അടുത്ത് പോകും, അതുകൊണ്ട് ആരും കരഞ്ഞേക്കരുത്. എൻ്റെ കുഞ്ഞുങ്ങളോട് 2 പേരോടും ഒന്ന് ഫോൺ ചെയ്ത് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു, ഈ മക്കളെ അമ്മ ഇന്ന് രാത്രി പോവും, അതുകൊണ്ട് നിങ്ങൾ കരയരുത്. പക്ഷെ എനിക്ക് അതിന് പോലുമുള്ള ഒരു മൊബൈൽ ചലിപ്പിക്കാനുള്ള പോലും എനിക്ക് എൻ്റെ ശരീരത്തിന് അതുപോലെ പെയിനാ. അത്രയും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത് എനിക്കറിയത്തില്ല ഞാൻ എങ്ങനെ പറഞ്ഞത്. ആ രാത്രി 12 മണിയായപ്പോ ഞാൻ കിടന്നു, എൻ്റെ കണ്ണടഞ്ഞ് എനിക്ക് ഓർമ്മയുണ്ട്. രാവിലെ ബെഡേ നോക്കിയപ്പോ ഞാൻ ബെഡേലുണ്ട് 6 മണിക്ക് ജീവനോട്. ഞാൻ അച്ചു അന്നേരം എൻ്റെ അടുത്ത് കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞു, അച്ചു ഞാൻ പോയില്ലല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. വളരെ ദുഃഖത്തോട് ഞാൻ പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഇല്ലടി നീ പോയില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കിടക്കേന്ന് എഴുന്നേറ്റ് എനിക്ക് വാഷ്റൂമിൽ പോകുന്ന ഓർക്കുമ്പം പേടിയാ. അങ്ങനെ ആയിരുന്നു. അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു, ഞാൻ ബെഡിൽ നിന്ന് താഴെ കാല് വെച്ചു, എനിക്ക് ആരാംസെ കാല് കുത്താം. ഓ റബ, അങ്ങനത്തെ ഒരു ഭയങ്കര ഹീലിങ്. ആ രാത്രികാലം ഞാൻ അറിയാതെ കർത്താവിന്റെ കരം എന്നെ തൊട്ടു. ആ ഭയങ്കരമായ വേദനയിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നു. ആ വേദന പിന്നെ ഒരിക്കലും ഞാൻ ഇത്രയും ഇപ്പം 22-2.5 വർഷം കഴിയുന്നു, ഇതുവരെ ആ വേദന ഞാൻ അനുഭവിച്ചിട്ടില്ല. അങ്ങനെ എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചൻ അതിൽ നിന്ന് എന്നെ വിടുവിച്ചു. അത് കഴിഞ്ഞ് എനിക്ക് കോവിഡ് വന്നു. ഞാൻ അഡ്മിറ്റ് ആകാൻ കർത്താവ് എന്നെ ഇടയാക്കിയില്ല, അതിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അങ്ങനെ മാരകമായ ഫേസ് ടു ഫേസ് ഞാൻ ഡെത്തിനെ 6 പ്രാവശ്യം കണ്ടു. ആ അവസ്ഥയിൽ നിന്നെല്ലാം എൻ്റെ കർത്താവ് എന്നെ വിടുവിച്ച് ഇന്നും എന്നോട് ജീവനോട് വെച്ചിരിക്കുന്നു. കാരണം ഒരു ദർശനം കൂടെ തീരാനുണ്ട്. ഞാൻ എൻ്റെ വിവാഹത്തിന് മുൻപ് കണ്ട ഒരു ദർശനം കർത്താവിന് അതുകൂടെ പൂർത്തിയാക്കണം. അങ്ങനെ കർത്താവിനെ സകലവിധമായ രോഗത്തിൽ നിന്ന് എന്നെ വിടുവിച്ചു. പിന്നെ ഞാൻ എൻ്റെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഞാൻ നേഴ്സിംഗ് പഠിച്ച്
ഞാനൊരു സ്റ്റാഫ് നേഴ്സായി. അത് കഴിഞ്ഞ് സ്റ്റാഫ് നേഴ്സായി ഞാൻ ഇറങ്ങിയപ്പോഴും എനിക്ക് ദൈവം അന്ന് തൊട്ടേ ഇൻചാർജ്ഷിപ്പ് തന്നു. സ്റ്റാഫ് നേഴ്സ് പ്ലസ് ഞാൻ തന്നെ ഉള്ളെങ്കിലും അത് ആദ്യമായിട്ട് ഞാൻ OT-യിൽ ഞാൻ പോന്നു. പക്ഷെ OT-യിലെ ഇൻചാർജ് ഞാൻ, ആ സ്റ്റാഫിൽ ഞാൻ. അന്നൊക്കെ കാലത്ത് മിഷനിൽ ഒത്തിരി സ്റ്റാഫിന്റെ കുറവാണ്. അങ്ങനെ എനിക്ക് ദൈവം ഭാഗ്യം തന്നു. അന്ന് തൊട്ടേ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ നല്ല ഒരു ദൈവത്തിന്റെ കൃപയാൽ ദൈവം എന്നെ ഇത് കണ്ടതുകൊണ്ട് സ്റ്റുഡന്റ് ലൈഫിലാണെങ്കിലും ഒത്തിരി ദൈവകൃപയിൽ സ്റ്റുഡന്റ് ലൈഫിലായിരിക്കാൻ കർത്താവ് ഇടയാക്കി. അവിടെ ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് നടക്കുവാൻ, ഗ്രൂപ്പ് നടക്കുവാൻ ഇടയാക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ 3 ചേച്ചിമാരും എൻ്റെ ഒരു ജൂനിയറും കർത്താവിന്റെ കൃപയാൽ എൻ്റെ ത്രൂ അവരെ ഇൻസ്പിറേഷനായി അവരെ ബാപ്റ്റിസം എടുക്കുവാൻ കർത്താവ് ഇടയാക്കി. അവിടെ ഒരു ദൈവപൈതലായി ആദ്യം ഞങ്ങളെ മന ചെയ്തു അവിടെ പ്രാർത്ഥിക്കരുതെന്ന്. പിന്നെ 4 പേര് സ്നാനപ്പെട്ടപ്പം കമ്മിറ്റിയുടെ ട്രസ്റ്റ് ഞങ്ങളെ വിളിച്ച് മീറ്റിംഗ് നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇവിടെ പ്രാർത്ഥന നടക്കാം, ഒരൊച്ചയ്ക്ക് ഒരു കുഴപ്പവുമില്ലെന്ന്. അങ്ങനെ ഒച്ച ചെയ്യരുത് പറഞ്ഞിടത്ത് കർത്താവ് ഞങ്ങൾക്ക് പൂർണ്ണ കമ്മിറ്റിയുടെ മുമ്പിൽ ഞങ്ങൾക്ക് വിളിച്ച് മൊത്തം ഞങ്ങളുടെ ആ ഗ്രൂപ്പിലുള്ളവർക്ക് ആഹാരവും തന്ന്, അത് ഞങ്ങളുടെ നഴ്സിംഗ് സൂപ്രണ്ടന്റിന്റെ ഭർത്താവായിരുന്നു അന്നത്തെ ട്രസ്റ്റി. പുള്ളിക്കാരൻ വിളിച്ച് ഞങ്ങൾക്കെല്ലാം ഇങ്ങനെയുള്ള പെർമിഷൻ തന്നു. അവിടെ കർത്താവ് സൂക്ഷിച്ചു. എൻ്റെ ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളായിരുന്നു, സ്റ്റാഫ് നേഴ്സായി എൻ്റെ വിവാഹം നടക്കുമ്പോഴും തൊട്ട് ജോലി രാജിവെച്ചിട്ട് ഫുൾ ടൈം മിനിസ്ട്രിയിൽ ഇറങ്ങണം. അതെന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് രണ്ടാമത്തെ സൺഡേയില് റേച്ചാനെ ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ പാസ്റ്റർ സാബു ആൻഡ്രൂസിന്റെ ചർച്ചില് കോട്ടയത്ത്. അവിടെ അന്ന് ഞങ്ങൾ അവിടെ ചെന്നപ്പം ശുശ്രൂഷ എല്ലാം കഴിഞ്ഞിട്ട് ആഹാരം കഴിക്കാൻ ഇങ്ങനെ ഇരിക്കുക. അപ്പം പാസ്റ്റർ അവിടെ നിൽക്കുക, ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം പാസ്റ്റർ ഇങ്ങനെ, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, താടിയിൽ ഇങ്ങനെ തടവി. എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ, കർത്താവേ എനിക്ക് ജോലി വിട്ടിട്ട് സുവിശേഷ വേലയ്ക്ക് പോകണം, എനിക്ക് അങ്ങനെ ചെയ്യണം, ഗ്രാമങ്ങളിൽ നിന്റെ വേല ചെയ്യണം. അപ്പം എന്റെ മനസ്സിലുണ്ട്. റേച്ചാനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ആ പാസ്റ്റർ പറഞ്ഞു, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്ന സിസ്റ്ററിനെ കുറിച്ച് സിസ്റ്റർ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക, ജോലി രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങാൻ. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ സിസ്റ്ററിനോട് പറയുന്നു, ദൈവം പറയാതെ ഒരിക്കലും ജോലി വിടരുതെന്ന് പറഞ്ഞു. ദൈവം പറയുന്നിടം വരെ ജോലി ചെയ്യണം. ദൈവം എന്ന് സിസ്റ്ററിനോട് സംസാരിക്കുന്നു, അന്ന് ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. അന്ന് തൊട്ട് 55 വയസ്സായി പാസ്റ്റർ. ഞാൻ എപ്പോഴും ഓരോ ദിവസവും ഓർക്കും, കർത്താവ് എന്നോട് എന്നാ ഇത് പറയുന്നത്, ഞാൻ ഇറങ്ങാൻ. ഇതുവരെ ഞാൻ ജോലി ചെയ്ത് ജോലിയോടുകൂടെ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഹസ്ബൻഡിന്റെ മിനിസ്ട്രിയെ ദൈവം എന്നെയാ എൻ്റെ ഹസ്ബൻഡിന്റെ മിനിസ്ട്രിയുടെ താങ്ങായിട്ട് നിർത്തിയത്. എല്ലാം ഞങ്ങളുടെ വേല നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലായിരുന്നു. ആരും അറിയാത്ത യേശു എന്തെന്നറിയാത്ത 22 ഗ്രാമങ്ങളില്, ഞങ്ങള് സോൻഭദ്രയിൽ 22 ഗ്രാമങ്ങളിൽ 9 ഗ്രാമങ്ങളില് ഞങ്ങള് രേണുക്കോട്ടായിരിക്കുമ്പോൾ ഞങ്ങള് റോബർട്ട്സ്ഗഞ്ച് എന്ന് പറഞ്ഞ് മിഷന് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം ബാക്കി 13 ഗ്രാമങ്ങളിൽ, അങ്ങനെ 22 ഗ്രാമങ്ങളില് യേശുവിനെ ആദ്യം സുവിശേഷിക്കാൻ എൻ്റെ ഹസ്ബൻഡിന് കർത്താവ് ഭാഗ്യം കൊടുത്ത് ആ സ്ഥാനത്തൊക്കെയും പോയി. അന്ന് ഞാൻ ഓഫുള്ള ദിവസം കൂടെ പോവും. അപ്പം ചോദിക്കുന്ന, യേശു ഏത് ദൂക്കാനി കിട്ടും വാങ്ങിക്കാനെന്ന് അവർ ചോദിക്കുന്നത്. ആ ഗ്രാമങ്ങളിലെല്ലാം 22 ഗ്രാമങ്ങളിൽ ഇപ്പം ഹൗസ് ചർച്ചസ് ഉണ്ട്. അവരൊക്കെ ഞങ്ങളെ വിളിക്കും. ഇപ്പം അവര് പറയും, ഇവിടുത്തെ ഒരു മസി ചരിത്രം എഴുതുമ്പം പാസ്റ്റർ ഫിലിപ്പിന്റെ പേര് ആദ്യം വരുമെന്ന്. അങ്ങനൊക്കെയും ഞങ്ങൾക്കുള്ളത് സർവ്വതും ഞാൻ എന്തുവാ അധ്വാനിക്കുന്ന ഇന്ന് വരെ അത് ദൈവവേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെലവാക്കി. ദൈവം ഞങ്ങളോട് പറഞ്ഞെടുത്ത് ഞങ്ങള് മൂവ് ചെയ്തു. അപ്പൊ ഞാൻ രേണുക്കോട്ട്, ഞാൻ മിഷനിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹം വന്നു, റേച്ചാനി മിഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആസ് എ ഇവാഞ്ചലിസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇൻചാർജ് ആയിട്ട്. അപ്പൊ എന്റെ ബോണ്ട് കഴിയാറായപ്പോ ഞങ്ങൾ പ്രാർത്ഥിച്ച, കർത്താവേ, കാരണം എന്റെ വിവാഹത്തിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് പാസ്റ്റർ ആയിരുന്നു IPC സഭയില് യവത്മാളില്.
ഇപ്പൊ കല്യാണം കഴിഞ്ഞ് അവിടെ ചെന്നപ്പം അവര് പറഞ്ഞു ഭാര്യ കൂടില്ലെങ്കിൽ ഞങ്ങൾ ഇനി ശുശ്രൂഷയിൽ വെക്കത്തില്ലെന്ന് പറഞ്ഞു. ഭാര്യയും വേണം. അന്ന് അങ്ങനത്തെ നിയമങ്ങളാ നമ്മുടെ IPC-യിലൊക്കെ. അപ്പൊ എനിക്ക് പോകാനൊക്കത്തില്ല, എന്റെ ബോണ്ടാ. അന്ന് 4 വർഷം ട്രെയിനിങ്ങും 4 വർഷം ബോണ്ടുമായിരുന്നു. അപ്പം ബോണ്ട് അന്ന് പേ ചെയ്യണമെങ്കിൽ 25,000 രൂപ കൊടുക്കണം. അപ്പൊ എന്റെ ഫാദറിന്റെ കയ്യിലോ ഞങ്ങളുടെ കയ്യിലോ 25,000 രൂപ കൊടുക്കാനില്ല. അതുകൊണ്ട് എനിക്ക് ബോണ്ട് ചെയ്തേ ഒക്കത്തുള്ളൂ. അങ്ങനെ പിന്നെ റേച്ചാന് സഭാ ശുശ്രൂഷ കഴിഞ്ഞിട്ട് വിടേണ്ടി വന്നു. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു ഞങ്ങളെ കൊണ്ട് ഈ ഗ്രാമത്തിലെല്ലാം കർത്താവിന്റെ വേല ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി ദൈവം അതൊരു തടസ്സമായി. അങ്ങനെ പക്ഷെങ്കിൽ ദൈവം ഞങ്ങളെ റോബർട്സ് ഗഞ്ചി കൊണ്ടുപോയി. ആ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ നിന്റെ ഹിതമെങ്കിൽ എനിക്കൊരു ബെറ്റർ ജോബ് തരണമേ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാളുടെ ഫൈനാൻസ്, വീടിന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ജോലി ചെയ്യാം, ബാക്കി ഒരാൾ കംപ്ലീറ്റ് സുവിശേഷ വേല ചെയ്യാം. ഞങ്ങൾ ദൈവസന്നിധി തീരുമാനമെടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾ 4 അപ്ലൈ ചെയ്തിരുന്നു. സെൻട്രൽ ഗവൺമെന്റിന്റെ 3 ജോബും പിന്നെ ഇൻഡാൽകോയുടെ ജോബും. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവെ ആദ്യം വരുന്നതിനെ ഞങ്ങൾ നിന്റെ പ്ലാനായിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ 6 മാസത്തോളം പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇൻഡാൽകോയിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ ജോബിന്റെ ഇത് വരുന്നത്. അന്ന് ഇൻഡാൽകോയില് ഒത്തിരി ആനുകൂല്യങ്ങളുള്ളതും സാലറി നല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിനനുസരിച്ച് നല്ല സാലറിയുമായിരുന്നു. അങ്ങനെ കർത്താവ് അവിടെയുള്ള ഞങ്ങളുടെ പ്രസിഡന്റിന്റെ PA ഒരു ദൈവദാസനായിരുന്നു, നമ്മുടെ മലയാളി അച്ചാനായിരുന്നു, ജോർജാന്. അച്ചാൻ എനിക്ക് വേണ്ടി ദൈവം അച്ചാനെ അവിടെ ഒരുക്കി റെക്കമെൻഡ് ചെയ്തു. അങ്ങനെ എക്സാം ഒക്കെ എഴുതി. ഞങ്ങള് 10-28 പേര് എക്സാം എഴുതിയെങ്കിൽ 2ാമത്തെ സ്ഥാനം എനിക്ക് കിട്ടി. ഞങ്ങൾ 8 പേരെ അന്ന് സെലക്ട് ചെയ്തു. അങ്ങനെ ഞാനും ഇൻഡാൽകോയിലെത്തി. അപ്പൊ അന്ന് തൊട്ട് എന്റെ വെച്ചാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലാ. അങ്ങനെ ഞാൻ ഇൻഡാൽകോ അവിടെ വെച്ച ഏറ്റവും കൂടുതൽ ഞങ്ങള് അന്ന് ഞാൻ ഹാർട്ട് പേഷ്യന്റ് ആയതും അതുപോലെ ദൈവവേല വർദ്ധിച്ചതും അവിടെ. ഞങ്ങള് ആ പീക്ക് ഗ്രാമത്തിലെ വർക്ക് തുടങ്ങിയതും അന്ന് അവിടെ 32 പേര് നോൺ ക്രിസ്ത്യൻസ് ബാപ്റ്റിസം എടുത്ത് കർത്താവിൽ വരുവാനിടയായി. അലകല ഗ്രാമങ്ങളിലെ കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ എല്ലാ ഗ്രാമത്തിലും ചെല്ലുമ്പോൾ കർത്താവ് ഒരു വീട് ഞങ്ങൾക്ക് ഒരുക്കും. ആ വീട്ടിൽ ഞങ്ങൾ ഇരിക്കും. അവർ തരുന്ന ഗൂഡും വെള്ളവും ഞങ്ങൾ കഴിക്കും. അവിടെ ഇരുന്ന് ഞാൻ പാട്ട് പാടും, പിന്നെ ട്രാക്ട് കൊടുക്കും. ഇങ്ങനൊക്കെ ആയിരുന്നു. പിന്നെ കാസറ്റ് ഉണ്ടാക്കി അങ്ങനെ കൊടുക്കും. അങ്ങനൊക്കെ ആയിരുന്നു. ഞാൻ ആഴ്ച ഒരിക്കലേ പോകത്തുള്ളായിരുന്നു. പിന്നെ പാസ്റ്ററിന്റെ കൂടെ പ്രവർത്തനത്തിൽ കൂടെ ദൈവത്തിൽ വന്ന ഒരു ദാസനും കൂടെ ഹെൽപ്പിന് പോകുമായിരുന്നു മിനിസ്ട്രിക്ക്. അങ്ങനെ ആ കർത്താവ് അവിടെ ഞങ്ങളെ മുൻപോട്ട് നടത്തി. ആ സമയത്ത് ഞങ്ങളുടെ ചർച്ച് ആ സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ ദൈവം പറഞ്ഞ അനുസരിച്ച് ഞങ്ങൾ ഹൗസ് ചർച്ച് തുടങ്ങി. അവിടെ ഹൗസ് ചർച്ച് ഇങ്ങനെ ആൾക്കാരെല്ലാം വന്ന് നല്ല ഒരു ലെവലിൽ ചർച്ച ആയപ്പം കർത്താപ്പച്ചൻ പറഞ്ഞു, ഇവിടുന്ന് നിങ്ങൾക്ക് പോണമെന്ന് പറഞ്ഞു. അപ്പൊ ഒത്തിരി വിഷമായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞ കൊച്ചിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പോലും അധികം നോക്കിയിട്ടില്ല. ഇവര് ഞങ്ങളങ്ങ് ഗ്രാമവാസികളായി. ഞങ്ങളൊരു മലയാളികളാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലൊരു മലയാളി ഫുഡൊന്നും ഞങ്ങൾ ഉണ്ടാക്കത്തില്ല. ഇവിടുത്തെ ദാലും റൊട്ടിയും പൂരിയും സബ്ജിയും. കാരണം അവര് ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോ അവർക്ക് തോന്നരുത് ഇവര് വേറൊരാൾക്കാരാണ്. അതുകൊണ്ട് നമ്മൾ അവരുടെ കൂട്ടങ്ങായി. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ ആഹാരം വരെ അങ്ങനെ ആയിരുന്നു. അപ്പൊ അവരെ വിട്ടിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ സ്നേഹിച്ചവരെ, ഒന്നും അറിയാത്തവരെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ കൊണ്ടുവന്ന് അവരെ വിടാൻ ഒട്ടും ആഗ്രഹമില്ലായിരുന്നു. പക്ഷെങ്കിൽ കർത്താപ്പച്ചൻ പറഞ്ഞു പോണമെന്ന്. എവിടെ പോണമെന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു പ്രാർത്ഥിച്ചപ്പം ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിച്ചു, രാജസ്ഥാനിൽ പോണമെന്ന്. അപ്പൊ എന്നോട് അന്നേരം തന്നെ പറഞ്ഞു, നമ്മളെ ദൈവം ഇനി അടുത്ത വിടുന്ന രാജസ്ഥാനിലാണെന്ന്. അപ്പൊ ഞാൻ ഉടനെ മനായ ചെയ്ത. ഞാൻ പറഞ്ഞില്ല, എവിടെ പോയാലും വേണ്ടില്ല, രാജസ്ഥാനിൽ പോകുന്നില്ലെന്ന്. ഇപ്പൊ റേച്ചാൻ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിച്ചെന്താ? ഞാൻ പറഞ്ഞു, അവിടെ വെള്ളമില്ല, അവിടെ ഹിസ്റ്ററിയൊക്കെ ഞാൻ പഠിച്ചോണ്ട് എനിക്കറിയാം, അവിടെ ഈ ഒട്ടകവും വെള്ളമില്ലെന്നും ഒക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ദൈവം നമ്മളെ എവിടെ വിട്ടാലും നമുക്ക് ജീവിപ്പാൻ അവൻ നമ്മളെ സഹായിക്കും. അതുകൊണ്ട് അത് ഒന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ ഞാൻ ഉടനെ സോറി പറഞ്ഞു, കർത്താവിന്റെ സന്നിധിയമേ എന്നോട് മാഫ് ചെയ്യണേ, സോറി, നീ എവിടെ പറയുന്ന അവിടെ പോയേക്കാവുന്നു. അപ്പം
ജീവിതത്തിൽ മൊത്തം പാസ്റ്റർ ദൈവം എവിടെ അയക്കണമെന്ന് പറയുകയും അതോടുകൂടെ എനിക്ക് ജോലിക്ക് വേണ്ടി കർത്താവ് വഴിയൊരുക്കും. എനിക്ക് ജോലി തേടി നടക്കേണ്ടതായിട്ട് അവസ്ഥ വന്നിട്ടില്ല. എനിക്ക് ഒന്നിനൊന്നിന് ജോലി കർത്താവ് ഉടനെ തരും. അങ്ങനെ കർത്താവ് ആഗ്രഹിക്കുന്ന സ്ഥാനത്തേക്ക് മൂവ് ആക്കും. അങ്ങനെ അവിടെ ആയിരിക്കുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് അജ്മീർ രാജസ്ഥാനിൽ നിന്ന് ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ വേക്കൻസി പുതുതായിട്ട് തുടങ്ങുന്ന ഹോസ്പിറ്റലായിരുന്നു, 150 ബെഡിന്റെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. അവിടെ സൂപ്പർവൈസർ പോസ്റ്റിന് ഇത് കിടക്കുന്നേണ്ടു. സിസ്റ്റർ S1 ഗ്രേഡ് ആയിരുന്നു ഞാൻ ഇൻഡാൽക്കോയിൽ. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ദൈവമേ ഒരു സൂപ്പർവൈസർ ഡ്യൂട്ടി കിട്ടിയായിരുന്നെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ഒന്നും വരത്തില്ലായിരുന്നു. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഹസ്ബൻഡിനും ഇച്ചിരി സമയം കൊടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവിടെ ചെന്ന് ഞാൻ സൂപ്പർവൈസർ ഡ്യൂട്ടിക്ക് ഇന്റർവ്യൂ കൊടുത്തതാ. അപ്പം ഇന്റർവ്യൂവിന് ചെന്നപ്പോഴും എന്റെ ഡയറക്ടേഴ്സും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അവിടെ ഇരുന്നവരെല്ലാം പറഞ്ഞു, സിസ്റ്ററെ മൊത്തം തീരുമാനിച്ചെങ്കിലേ ഇങ്ങോട്ട് വരാവൂ. ഇൻഡാൽക്കോയ്ക്കകത്ത് എന്തുമാത്രം ആനുകൂല്യങ്ങളാ, അത്രയൊന്നും ഇവിടെ ഇല്ല. എനിക്ക് അവിടുന്ന് ഒരു 2000 രൂപ മാത്രമേ കൂടുതലുണ്ടായിരുന്നു, വേറെ ഒരു ആനുകൂല്യം ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇറ്റ് ഈസ് ദ ഗോഡ്സ് പ്ലാൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ദൈവത്തിന്റെ പ്ലാനാ ഇവിടെ വരുന്നത്, അതുകൊണ്ട് വരുവാന്ന് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ എന്നെ അവര് ആക്ടിങ് അസിസ്റ്റന്റ് മേട്രനായിട്ട് അവര് പോസ്റ്റ് ഇട്ടെന്നെ എനിക്ക് ഇത് വന്നു. ഞാൻ സൂപ്പർവൈസർ ഇട്ടപ്പം അവര് പോസ്റ്റ് ബെഡായിട്ട് എന്നെ വിളിച്ചു. അപ്പൊ നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വേറെ ആരും ഇല്ലായിരുന്നു HOD ആയിട്ട്. ആ തുടങ്ങുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പം ബിൽഡിങ് മാത്രമുണ്ട്, അവിടെ വേറെ ഒന്നുമില്ല. എല്ലാം എനിക്ക് സെറ്റിൽ ചെയ്യണം. ഒക്ടോബർ 2005 1-ാം തീയതി ഞാൻ പോയി അഡ്മിനിസ്ട്രേറ്റർ ഡ്യൂട്ടിയിൽ അവിടെ പോയി ഞാൻ ജോയിൻ ചെയ്യുന്നേ. നവംബർ 4-ന് അതിന്റെ ഇനാഗുറേഷൻ ആ ഹോസ്പിറ്റലിന്റെ. എല്ലാ ഹോസ്പിറ്റലും ഇങ്ങനെ കിടപ്പുണ്ട്. എനിക്കൊരു വാർഡ് നോക്കിയ അനുഭവമേ ഉള്ളൂ. എനിക്ക് ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ നോക്കി യാതൊരു അനുഭവമില്ല. അപ്പൊ ഫസ്റ്റ് 3 ദിവസം ഞങ്ങൾ ഹോട്ടലിൽ അവിടെ ചെന്ന് താമസിക്കുക, അവിടുന്ന് ഡ്യൂട്ടിക്ക് വരുക. അപ്പം എന്നോട് 2-ാമത്തെ ദിവസം ഡയറക്ടർ വിളിച്ചു പറഞ്ഞു, നാളെ 45 പേര് വരും, ഇന്റർവ്യൂ എടുക്കണം. എന്റെ ലൈഫിൽ ഞാൻ ആരും ഇന്റർവ്യൂ അതുവരെ എടുത്തിട്ടില്ല. പിന്നെ ഇവിടെ OT-യിലാണ് എന്റെ മാക്സിമം ഞാൻ വർക്ക് ചെയ്തത്. അപ്പൊ OT-യിൽ എനിക്ക് നല്ല എക്സ്പീരിയൻസാ. അപ്പോ പുള്ളി പറഞ്ഞ ICU സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യണം, ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നെല്ലാം പറയുക. അപ്പൊ എനിക്ക് ആ അനുഭവങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ കരഞ്ഞു ഹോട്ടലിനകത്ത് വന്ന്, കർത്താവേ ഞാൻ ഇതെങ്ങനെ ചെയ്യും, എന്നെയും കൊണ്ട് ഇത് കഴിയത്തില്ല. അപ്പൊ ഞാനൊരു ശബ്ദം കേട്ടു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അത് ഇംഗ്ലീഷിലാണ് ഞാൻ കേൾക്കുന്നേ. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, യു ക്യാൻ ഡു ദാറ്റ്, യു വിൽ ഡു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പിന്നെ എന്റെ കരച്ചിൽ മാറ്റി, പിന്നെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പച്ച നീ എന്നോട് പറയും, നീ എന്നോട് കൂടെ ഉണ്ടെന്ന്, ഈ ഒന്നും അറിയാത്ത എന്നെ നീ മാത്രമേ നടത്തണമെന്ന്. എന്റെ കർത്താവ് അത്ഭുതകരമായിട്ട് കർത്താവിന്റെ വചനത്തിലുള്ള പോലെ കർത്താവ് എന്നെ അവിടെ അനുഗ്രഹിച്ചു. ഒരാഴ്ചക്കകം അവരെന്നെ അസിസ്റ്റന്റ് മേട്രനാക്കി ആക്ടിങ് അട്ടയച്ചു. പിന്നെ 2 വർഷത്തിനുള്ളിൽ അവരെന്നെ മേട്രനാക്കി. ഞാൻ ചെന്ന് 3 മാസം കഴിഞ്ഞപ്പോ അവരെനിക്ക് പാരാമെഡിക്കലൂടെ തന്നു. നഴ്സിംഗും വിട്ട് പാരാമെഡിക്കലൂടെ ആഡ് ഓൺ ചെയ്ത എന്റെ റെസ്പോൺസിബിലിറ്റി. അങ്ങനെ പിന്നെ ഞാൻ നഴ്സിംഗ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഞാൻ പിന്നെ ആഡ് ചെയ്യുവാൻ ദൈവം എനിക്കിടയാക്കി. അത് കഴിഞ്ഞവരെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് പോസ്റ്റിലേക്ക് എന്നെ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെ 11 വർഷത്തോളം ഞങ്ങൾ രാജസ്ഥാനിലുണ്ടായിരുന്നു. അവിടെ കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഓർത്തു, ഇത്രയും ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ആൾക്കാർ അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങ് ഓർത്ത്, കുഞ്ഞുങ്ങളും അവിടെ അവരുടെ മാക്സിമം പഠനങ്ങളൊക്കെ ടീനേജ് അവിടെ ആയിരുന്നു. അപ്പൊ ഞങ്ങൾ ഓർത്ത് അവിടെ അങ്ങ് വീട് വെക്കാമെന്ന്, വീട് വെച്ച് അവിടെ താമസിക്കാം എന്നോർത്തിരുന്നപ്പം ഞങ്ങൾ എല്ലാം പ്രാർത്ഥിച്ചിട്ടല്ലേ ചെയ്യുന്നത്. പ്രാർത്ഥിക്കാനായിട്ടിരുന്നപ്പം ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, വീണ്ടും നിനക്ക് UP-യിലോട്ട് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ വീട് വെക്കരുതെന്ന്. പിന്നെ ഞങ്ങൾ പറഞ്ഞു, ആ കർത്താവേ ശരി, നീ പറയുന്നത് പോലെ ചെയ്യാം. അത് കഴിഞ്ഞ് കർത്താവ് എന്നെ ആ 300 ബെഡ്, ആദ്യം 150 ആയിരുന്നു, 300 ആയി. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്റെ ഹോസ്പിറ്റൽ NABH അക്രഡിറ്റഡ് ആയിട്ട് കാണണമെന്ന്. അതിനുള്ള മെഹനത്തെല്ലാം എന്നെ ചെയ്തു ദൈവം. ആ ഹോസ്പിറ്റൽ NABH അക്രഡിറ്റഡ് ആയി. ഏകദേശം 300-350ഓളം സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവരെ നയിപ്പാനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം എനിക്ക് തന്നു ആ 11 വർഷം. അത് കഴിഞ്ഞ് ദൈവം പറഞ്ഞതുപോലെ ഞങ്ങളെ UP-യിലാക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് ലക്നൌവിലോട്ട് എന്റെ ഹസ്ബൻഡ് പോയതായിരുന്നു. ആ സമയത്ത്
ഒരു അഡ്വർടൈസ്മെന്റ് കടന്നു ടൈംസ് ഓഫ് ഇന്ത്യയിൽ. അന്നേരം മയോ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ആവശ്യമുണ്ടെന്ന്. അപ്പൊ എന്റെ ഹസ്ബൻഡ് അന്നേരം ലക്നവി നിൽക്കുക. ഞാൻ ഈ ഫോൺ അങ്ങോട്ട് ചെല്ലുന്നോണ്ടേ അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് 2 മിനിറ്റ് താ, ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. പിന്നെ പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ ദൈവം തന്ന വഴിയാ, മെയിലിട്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഇതുവരെ കോർപ്പറേറ്റ് സെറ്റപ്പിൽ ജോലി ചെയ്ത് എന്നെ കർത്താവ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയി. അവിടെ ഞാൻ 2 വർഷം എനിക്ക് വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. 650 ബെഡഡ് അത് പ്രൈവറ്റ് മെഡിക്കൽ കോളേജ് ആയിരുന്നു. അവിടെ കർത്താവ് എന്നെ വെച്ചു. അവിടെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട NS ആയിട്ട് ജോലി ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ വീട് വെക്കാനായിട്ട് ആഗ്രഹിച്ചു. കാരണം ഞങ്ങളുടെ കൂടെ ഇൻഡാൽക്കോയിൽ ജോലി ചെയ്ത ഒത്തിരി പേര് ലക്നവി വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഓർത്ത കർത്താവ് ഇവിടെ കൊണ്ടുവന്ന് ഇനി ഇവിടെ വീട് വെച്ച് ഇവിടെ സെറ്റിൽ ആനായിരിക്കും. അന്നും പ്രാർത്ഥിക്കാനിരുന്നപ്പം കർത്താപ്പച്ചൻ ഇങ്ങനെ പറഞ്ഞു എന്റെ ഹസ്ബൻഡിനോട്, ഇത് നിന്റെ വഴിത്തിരിവിനുള്ള കുറച്ചു നാളത്തേനുള്ള ഇടമാ, ഇത് കഴിഞ്ഞ് പിന്നെയും മുന്നോട്ട് പോകണം, അതുകൊണ്ട് ഇവിടെ വീട് വെക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, സുമ ഇവിടെ നമ്മള് 1.25-2 വർഷമേ ഉള്ളൂ നമുക്കിവിടെ. അപ്പൊ ഞാനൊന്ന് ഇടയ്ക്കിടയ്ക്ക് പറയും, ദൈവമേ പ്രായം ഇത്രയായി, ഇനി എവിടാ വീട് വെക്കുന്നത്, ഇനി എന്നാ വീട് വെക്കുന്നത്, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവല്ലേ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്ത്. അവിടെ ചെന്നപ്പോഴും അവിടെ ഞങ്ങൾ രാജസ്ഥാനിലായിരിക്കുമ്പോഴും കർത്താവ് ഞങ്ങളെ ഒരു ഫാമിലിയിലെ 6 പേരെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് അവരെ സ്നാനപ്പെടുവാനും കൊച്ചൊരു ഹൗസ് ചർച്ച് സ്റ്റാർട്ട് ചെയ്യുവാനും കർത്താവ് ഭാഗ്യം തന്നു. ആദ്യകാലങ്ങളിൽ അവിടെയുള്ള സഭയോടുകൂടെ, അവിടുത്തെ ഒരു പെന്തിക്കോസ് സഭയോടുകൂടെ ഞങ്ങൾ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കർത്താവ് ഞങ്ങളോട് പറഞ്ഞപ്പോ ഹൗസ് ചർച്ച് പറഞ്ഞു ദൈവം സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് നോൺ ക്രിസ്ത്യൻസ് വന്നു. അവരിൽ 6 പേരെ സ്നാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അത് കഴിഞ്ഞ് UP തിരിച്ചു വന്നു. അവിടെ ഞാൻ NS ആയിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതുപോലത്തെ ഗ്രാമത്തിൽ പോയി ഒരു ദൈവവേല ഏറ്റെടുത്ത് അവിടെ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോ കർത്താവ് പറഞ്ഞതുപോലെ ഒഡീസ ഒന്നും ഞങ്ങളുടെ സ്വപ്നത്തിൽ പോലും ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ നോർത്ത് ഇന്ത്യക്ക് വേണ്ടിയുള്ളത് കാരണം ഞങ്ങളുടെ യൗവനം മൊത്തം അവിടെ ചെലവഴിച്ചുകൊണ്ട് അവിടെ തന്നെ സെറ്റിൽ ആകാനായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ദൈവം ഞങ്ങളെ ഒഡീസയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ഇവിടെ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ ഞാൻ വികാസ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നഴ്സിംഗ് സൂപ്രണ്ടന്റ് ആയിട്ട് ജോലി ചെയ്തു ഞാൻ 3 വർഷത്തോളം. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞ് പിന്നെ UPക്ക് പോണമെന്ന്. അപ്പൊ എവിടെ പോണമെന്ന് അറിയത്തില്ല UPയിൽ. അപ്പൊ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെ ആരാധന ആരംഭിച്ചതാ. അപ്പം കുറച്ച് നേഴ്സസ് അതിനകത്ത് വരുമായിരുന്നു. അതിൽ ഒരു കൊച്ചു പറഞ്ഞു, മാഡം വാപ്പസ് ലക്നൗ ജായക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല സുജി, ഞങ്ങൾ അവിടുന്ന് വന്ന, അതുകൊണ്ട് അല്ല, ഞാൻ വിഷനിൽ ദൈവം എന്നെ എഴുതി കാണിച്ചു ലക്നൗ. അത് സത്യമായിട്ടും അതുപോലെ നടന്നു. ഞങ്ങളെ തിരിച്ചു വീണ്ടും ആ മെഡിക്കൽ കോളേജിലോട്ട് പാൻ കർത്താവ് ഇടയാക്കി. സെയിം മെഡിക്കൽ കോളേജ് എവിടുന്നാ ഞാൻ തിരിച്ചു വന്നേ, ആ മെഡിക്കൽ കോളേജിലോട്ട് പാൻ ഇടയാക്കി. അത് ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു. ഞങ്ങൾ ആദ്യം പ്രവർത്തിച്ച ആ ഗ്രാമത്തിൽ പോയി ഞങ്ങൾ ഒരു കൊച്ച് ഹോൾ ഉണ്ടാക്കാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തന്നു. അവിടെ ഒരു ആരാധനാലയം, അതിന്റെ പണി തീർന്ന ഉടനെ കർത്താവ് പറഞ്ഞു ഇനി തിരിച്ചോണമെന്ന് ഇവിടുന്ന്. ആ സമയത്ത് ഇവിടുന്ന് പിന്നെ ഒരു വഴി ദൈവം ഒരുക്കി തന്നു. ഞാൻ ജോലി ചെയ്ത ആ വികാസ് ഹോസ്പിറ്റലിന്റെ തന്നെ ദൂസരി ഹോസ്പിറ്റൽ ബുർളയിൽ അവർ സ്റ്റാർട്ട് ചെയ്തപ്പം അവരെന്നെ വിളിച്ചു. അങ്ങനെ ഇവിടെ ഇപ്പം വന്നിട്ട് ഞങ്ങൾ 1 വർഷം 5 മാസം 6 മാസം ആകുന്നു. ഒക്ടോബർ 2022 ഞങ്ങള് ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതുവരെ ഇവിടെ ആയിരിക്കുന്നു. ഇനി മുന്നോട്ടും ഇവിടെ ഞങ്ങൾ സെറ്റിൽ ആകത്തില്ലെന്ന് അറിയാം. കാരണം കർത്താവ് ഞങ്ങളോട് ഇതുവരെ ഇവിടെ സെറ്റിൽ ആകുന്ന കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. മുന്നോട്ട് തന്നെ പോകുമെന്നാ പറഞ്ഞേക്കുന്നേ. പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് തൊടാ ചെറിയ ഒരു ഹിന്റ് തരുന്നുണ്ട്. ദേവദാസനോട് ദൈവം പറയുന്നുണ്ട്, തിരിച്ചിനി കേരളത്തിൽ നിനക്ക് പോകാനുള്ള സമയമായെന്ന് പറയുന്നുണ്ട്. പലരും ദേവദാസന്മാരിൽ കൂടെയും പറയുന്നുണ്ട്. ദൈവത്തിന്റെ കാര്യം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. കർത്താവ് എന്തു പറയുന്നേ അതുപോലെ ഞങ്ങൾ ചെയ്യും മുന്നോട്ടും. അങ്ങനെ ഒരു സ്റ്റാഫ് നേഴ്സായ എന്നെ ഒരു ഇത്രയും വലിയ ഒരു പൊസിഷനിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ഇതിന് എനിക്ക് യോഗ്യതയൊന്നുമില്ല. പക്ഷെങ്കിൽ എൻ്റെ ദൈവത്തെ ഞാൻ അറിഞ്ഞതുകൊണ്ട് എൻ്റെ ദൈവം എനിക്ക് തന്ന ഒരു പ്രതിഫലമാണിത്. എന്നോടുകൂടെ ട്രെയിനിങ് എടുത്ത എൻ്റെ കുഞ്ഞുങ്ങൾ ആരും ഈ പോസ്റ്റിൽ എത്തുവാൻ ഇടയായിട്ടില്ല. അവരൊക്കെയും നല്ലതായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്യും. പക്ഷെങ്കിൽ ഈ ഒരു പൊസിഷനിൽ കർത്താവ് എനിക്ക് തന്നു. ഇത് ദൈവം തന്നതാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ ബുദ്ധി കൊണ്ടല്ല, കഴിവ് കൊണ്ടല്ല,
ദൈവം എന്നെ ഇത്രത്തോളം അനുഗ്രഹിച്ചത്. അത് കഴിഞ്ഞ് കർത്താവിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് 2 മക്കളെ തന്നു കർത്താവ്. എന്റെ മോൻ വയറ്റിൽ വരുന്നതിന് 2 മാസത്തിന് മുമ്പേ കർത്താവിന്റെ ദാസനോട് ദൈവം പറഞ്ഞു, ഞാൻ നിനക്കൊരു മോനെ തരും, അവന്റെ പേര് ഏബേൽ എന്നിടണമെന്ന്. ഇതൊക്കെയും പറഞ്ഞു പോകുമ്പോൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ കൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട് പാസ്റ്ററെ. പക്ഷെങ്കിൽ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, പല ജീവിതത്തിൽ ഇത്രമാത്രം അനുഭവങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ആഹാരം കഴിക്കാനില്ലാഞ്ഞ ദിവസങ്ങള് ഇന്ന് ഓർക്കുന്നു. 3 ദിവസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആഹാരം ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞങ്ങളത് ഫാസ്റ്റിംഗ് ആക്കിയത്. അത് ആഹാരം ഇല്ലാത്തതുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്രായത്തില് ഒരു വസ്ത്രത്തിന് ഭാരപ്പെട്ടിട്ടുണ്ട്, ഒരു ജൂത്തയ്ക്ക്, ഒരു ചപ്പലിന് ഞങ്ങൾ ഭാരപ്പെട്ടിട്ടുണ്ട്, ഒരു ബലൂണിന് എൻ്റെ കുഞ്ഞുങ്ങള്. പക്ഷെ ദൈവം ആ അവസ്ഥയ്ക്കെല്ലാം മാറ്റം വന്നു. ഞങ്ങൾക്ക് ഒരാഗ്രഹമുള്ളായിരുന്നു, ഞങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു കൂട്ടത്തെ ദൈവത്തിന് വേണ്ടി മാറ്റണം. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നിടത്തെല്ലാം പൂവർ, അവർക്ക് ആഹാരമില്ലാത്തവര്, അരി പോലും വാങ്ങിക്കാൻ അവർക്ക് നിവൃത്തിയില്ല, അവർക്ക് വസ്ത്രമില്ലാത്തവര്, 1 ജോഡി വസ്ത്രം 2 ജോഡി വസ്ത്രം പോലും ഇല്ലാത്ത മനുഷ്യര്, അങ്ങനെയുള്ളവരുടെ ഇടയിലായിരുന്നു നമ്മുടെ വർക്കെല്ലാം. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ അന്വേഷിച്ചത് ദൈവം എന്നെ അന്ന് ഞാൻ ഓർക്കുക, ദൈവം അതിനുവേണ്ടി എന്നോട് പറഞ്ഞു, നീ ദൈവത്തിന് അറിയണം ഈ മിനിസ്ട്രിക്ക് ഞാൻ ഒരു തണലായിട്ട് നിൽക്കണമെന്ന് എൻ്റെ കർത്താവിന് അറിയാവുന്നത് കൊണ്ട് കർത്താവ് എന്നെ അന്ന് ജോലി രാജിവെപ്പിക്കാതിരുന്നു. പിന്നെ ഞാനായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ ഏകമാത്ര സപ്പോർട്ടർ. എൻ്റെ കർത്താവ് എനിക്ക് അതിനുള്ള മഹാഭാഗ്യം തന്നു. അപ്പം ഞങ്ങൾ കർത്താപ്പച്ച 2 മക്കളെ തന്നു. ഞങ്ങളുടെ ആദ്യത്തെ മോന് കർത്താവ് പറഞ്ഞതുപോലെ ഏബേൽ മോൻ, അവനിൽ ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട പൈതലായതുകൊണ്ട് അവൻ വയറ്റിൽ വന്നപ്പം തൊട്ട് എനിക്ക് പ്രയാസമായിരുന്നു. എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു. പക്ഷെങ്കിൽ ദൈവം ആ പെയിനിൽ കൂടെയും എന്നെ 8 മാസം ജോലി ചെയ്യാൻ ഇടയാക്കി. 8 മാസത്തിൽ അവന് പ്രിമേച്ചർ ബേബിയായിട്ട് അവന് ഈ ഭൂമിയിൽ അവൻ വന്നു. പ്രിമേച്ചർ ആയിരുന്നെങ്കിലും അവൻ ആക്റ്റീവായിരുന്നു. കർത്താവ് അവന് വെയിറ്റ് പെട്ടെന്ന് ഗെയിൻ ചെയ്യാൻ ഇടയാക്കി. പിന്നെ ഞാൻ ചെറുതായിട്ട് പറഞ്ഞ എൻ്റെ ഏബേലും മോന് ചെറുപ്പത്തിൽ 16 പ്രാവശ്യം ബെഡേന്ന് വീണിട്ടുണ്ട്. ജൂലൈക്കകത്തുനിന്നും ബെഡിനകത്തുനിന്നും. പിന്നെ ഈവൻ ട്രെയിനിൽ പോയപ്പോ സെക്കൻഡ് ബർത്തിൽ ഞാൻ വെച്ചോണ്ട് കിടന്ന് അവിടുന്ന് ചാടി താഴെ പോയി. അങ്ങനെ അത്രയും പ്രാവശ്യം ദുഷ്ടൻ അവനെ തകർക്കാൻ നോക്കിയിട്ടുണ്ട്, അവനെ വീഴ്ച. പക്ഷെങ്കിൽ ദൈവം ആ സമയങ്ങളിലെല്ലാം അവനെ സൂക്ഷിച്ചു. 16ാമത്തെ പ്രാവശ്യമായപ്പോ ഞാൻ എൻ്റെ അപ്പച്ചനോട് ഹാത്ത് ജോഡി ചെയ്തു, ഇനിയും ഒരു പ്രാവശ്യം കർത്താവെ, ഇനിയും കട്ടിലേന്ന് വീഴാൻ ഇവനെ അനുവദിക്കല്ലേ. കുഞ്ഞായിരിക്കുമ്പോൾ 2 വയസ്സിനും താഴെയുള്ളപ്പോൾ ഇത്രയും വീഴ്ചകള്. അവനെ തൊട്ടി കിടക്കുന്ന കുഞ്ഞെങ്ങനെ താഴെ വീണെന്ന് അറിയത്തില്ല. ആ സമയങ്ങളിലും കർത്താവ് അവനെ പരിപാലിച്ചു, സൂക്ഷിച്ചു. അവൻ 10th ഒക്കെ ആയപ്പോ ഞങ്ങളുടെ കഷ്ടത, ക്രിസ്തീയ ജീവിതത്തിന്റെ ഈ കഷ്ടതകളൊക്കെ കണ്ട് അവൻ പറഞ്ഞു, എനിക്കൊരിക്കലും ഒരു പാസ്റ്റർ ആകണ്ട, എനിക്കൊരു എഞ്ചിനീയർ ആകണം. അവന്റെ ഒരാഗ്രഹമായിരുന്നു, ഞാൻ കുറെ പൈസ ഉണ്ടാക്കണം, എൻ്റെ പപ്പയ്ക്ക് ഒരു വീടുണ്ടാക്കി കൊടുക്കണം. അതേ ഉള്ളായിരുന്നു അവന്റെ ഏക ആഗ്രഹം. അതുകൊണ്ട് അവന് ഒട്ടും ദൈവവേലയ്ക്ക് ആഗ്രഹിച്ചില്ല. പക്ഷെ ഞങ്ങൾക്കറിയായിരുന്നു അവൻ ദൈവത്തിന് വേണ്ടിയുള്ളവനാണെന്ന്. അങ്ങനായി അവൻ ഒരു 10ലൊക്കെ 8 തൊട്ട് 10 വരെ ഒരു ഹോസ്റ്റലിലായിരുന്നു. അവിടുന്ന് അവൻ ഒത്തിരിയും പുറകോട്ട് പോയി. ദൈവ വഴിയിൽ നിന്ന് അവൻ ഒത്തിരിയും പുറകോട്ട് പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ അവനെ 11ലും 12ലും വീണ്ടും അജ്മീറി അവനെ കൊണ്ടുവന്നു. അവിടെ വെച്ചും ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും അവൻ പറ, ഞാൻ വീട്ടിൽ ഇരുന്നോളാം. ഒരു ദിവസം എൻ്റെ മനസ്സിന് ഒത്തിരി ഭാരം വന്ന് ഞാൻ പറഞ്ഞു, മോനെ, നീ ഇങ്ങനെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറകോട്ട് പോയാൽ ഒരു ദിവസം നീ കാലേന്തി ദൈവത്തിന്റെ സന്നിധി നീ വരും. അങ്ങനെ ഞാൻ എൻ്റെ വായിൽ നിന്ന് അന്നേരം വീണുപോയി. അത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ അവന് ട്യൂഷനും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അവന്റെ ബൈക്കിൽ അവൻ സിവിയർ ആക്സിഡന്റ് ആയി. ഹെഡ് ഇഞ്ചുറി ആകാതെ കർത്താവിനെ സൂക്ഷിച്ച് അവന്റെ കാലൊടിഞ്ഞു. ഒരു കാല് 2 ഒത്തിരി ഒടിഞ്ഞു, 2 ബോണും. പിന്നെ 3ാമതോടത്ത് ഒടിഞ്ഞു. പിന്നെ അബ്രഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ തലയിലും സൈഡിലും ഒക്കെ. പക്ഷെങ്കിൽ കർത്താവ് അവനെ ബ്രേവ് ആക്കി സൂക്ഷിച്ചു. അവന് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ എന്നോട് പറയാനിടയാക്കി, നിന്റെ മോൻ ഇത്രയും ബ്രേവ്, മൊത്തം ഓപ്പറേഷനിൽ അവന്
ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഓരോ കാര്യങ്ങള് എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടായത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ കിടക്കയിൽ അവൻ 3 മാസം ബെഡിൽ കിടന്നു. അവിടെ കിടന്നുകൊണ്ട് 1 മാസമായപ്പം പറഞ്ഞ് എനിക്ക് സ്നാനപ്പെടണമെന്ന്. എൻ്റെ കൊച്ചു മോള്, അവള് കുഞ്ഞിലെ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങളോട് പറയാം. അവള് 3.5 വയസ്സിൽ അഭിഷേകം പ്രാപിച്ചവള്, അന്യഭാഷ അഭിഷേകം. അവള് 6ാം ക്ലാസ്സിൽ തൊട്ട് പറയാം, അമ്മേ എനിക്ക് പ്ലീസ് എനിക്ക് ബാപ്റ്റിസം താ, എൻ്റെ യേശുപ്പച്ചൻ വന്നാ എനിക്ക് പോണം, അതുകൊണ്ട് ബാപ്റ്റിസം ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പാനൊക്കത്തില്ല, അങ്ങനെ പറയുമായിരുന്നു. പക്ഷെ ഞാൻ പറയുമായിരുന്നു, മോളെ നിന്റെ മൂത്തതല്ലയോ ഏബേല്, അവനൂടെ ആകട്ടെ, ഒന്നിച്ച് 2 പേർ കൂടെ തരാമെന്ന് പറഞ്ഞ് അവന് വേണ്ടി നിർത്തി എന്റെ കുഞ്ഞ് അത്രയും വർഷം നിന്നു. പിന്നെ അവൻ ആ കിടക്കെ കിടന്നുകൊണ്ട് പറഞ്ഞു എനിക്ക് ബാപ്റ്റിസം വേണമെന്ന്. പിന്നെ അവന്റെ പപ്പ അവനോട് പറഞ്ഞു, ഈ കാലത്ത് നിന്നെ ബാപ്റ്റിസം തരാനൊക്കത്തില്ല, കാരണം നിന്റെ ഇത് പ്ലാസ്റ്റർ ഇട്ടേക്കുവാ, ഇത് കട്ട് ചെയ്യുമ്പോഴാട്ട്. അത് കഴിഞ്ഞ് അവനെ മൊത്തം ഹീലായി. അവൻ വോക്കറേന്നൊക്കെ മാറാൻ 6 മാസത്തോളം എടുത്തു. അങ്ങനായി. അത് കഴിഞ്ഞ് അവരുടെ 2 പേരെയും ജലത്തിൽ സ്നാനമേക്കാൻ അവർക്കിടയാകുന്നത്. അത് കഴിഞ്ഞും 4 വർഷം എടുത്തു വേലയ്ക്ക് വേണ്ടി അവൻ സമർപ്പിക്കാൻ, ദൈവവേലയ്ക്ക്. അവസാനം എല്ലാ വഴികളും കർത്താവിനെ അടച്ചു. ഏറ്റവും മിടുക്കനായ കൊച്ചന്റെ എല്ലാ വഴികളും കർത്താവ് അടച്ചിട്ട് കർത്താവ് അവന്റെ വേലയ്ക്ക് വേണ്ടി അവൻ അവസാനം തീരുമാനമെടുത്തു. അത് കഴിഞ്ഞ് ഇപ്പം ഞങ്ങളെക്കാൾ ഉപരി പൊന്നുമോനായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. അവന് വേണ്ടി ഞങ്ങൾ ഒരു മോക്ക് വേണ്ടി, ഞങ്ങൾക്കൊരു മോളെ ആവശ്യമായതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ ഞങ്ങളോട് ഞങ്ങൾ ആദ്യം ഓർത്ത് മോനെ വിവാഹം കഴിച്ചിട്ട് മോടെ വിവാഹം നടത്താൻ. അവൻ പറഞ്ഞു എനിക്ക് 1-2 വർഷം കൂടെ താ, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ എത്ര ലേറ്റിലാണ് എൻ്റെ യേശുപ്പച്ചന് വേണ്ടി ഇറങ്ങിയത്, അതുകൊണ്ട് എനിക്കിപ്പോ ഞാൻ സ്വാതന്ത്ര്യത്തോടുകൂടി എനിക്കൊന്ന് ചെയ്യാൻ താ, 1 വർഷം കൂടെ കഴിഞ്ഞ് എൻ്റെ കല്യാണം നടത്താ മതിയെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം അവനെ ഒത്തിരി ഫോഴ്സ് ചെയ്തിട്ടും അവൻ നടത്തുന്നില്ല. ഇനി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മോളാണെങ്കിലും കർത്താവ് തന്ന് ഞങ്ങളുടെ ഈ മോനുള്ളപ്പം ഞങ്ങൾക്ക് ഒത്തിരി പ്രയാസം ഉള്ളത് കൊണ്ട് ഞാൻ ഓർത്തിനി എനിക്ക് 5 വർഷത്തേനും കുഞ്ഞുങ്ങളൊന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ 2 മാസം കഴിഞ്ഞ് ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയപ്പം ഞാൻ പോയി കോപ്പറ്റി ഇടിയിപ്പിച്ചു. ഞാൻ വീട്ടിൽ വന്ന് എൻ്റെ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, എൻ്റെ ഡോക്ടർ മെഡിക്കൽ സൂപ്രണ്ടന്റും ആയിരുന്നു, ഗൈനക്കോളജിസ്റ്റും ആയിരുന്നു. അന്ന് ഞാൻ EHA ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ ജി എനിക്ക് ലോങ് സ്റ്റാൻഡിങ് എക്സ്പയറി ഡേറ്റ് ഉള്ള ഇതിടണം കോപ്പറ്റി, 5 വർഷത്തേന് ഞാൻ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് ആവശ്യമില്ല. അന്നേരം പറഞ്ഞില്ല, അങ്ങനെ ഒരിക്കലും ആകരുത്. അവരുടെ മോന്റെ പേരാ ഫിലിപ്പിനെ രൂത്തിനെ നോക്ക്, അവരുടെ 7 വയസ്സിന് വ്യത്യാസമാണ്. 7 വയസ്സിന് വ്യത്യാസമായതുകൊണ്ട് ഒരാളെ ഒത്തിരി ഭരിക്കും. അതുകൊണ്ട് 5 വർഷത്തിനല്ല 2 വർഷം കഴിയുമ്പോൾ ഞാൻ നിന്റെ കോപ്പറ്റി എടുക്കും. അതുകൊണ്ട് 2 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞൂടെ വേണമെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞില്ല, അവർക്കറിയത്തില്ലല്ലോ നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകള്. നമുക്ക് ആരും സഹായമില്ല, ഡെലിവറിയുടെ സമയത്തും ആരുമില്ല. എനിക്ക് എൻ്റെ സഹായം എൻ്റെ ഹസ്ബൻഡും എൻ്റെ ദൈവം മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അവിടെയുള്ള കുറെ ദൈവമക്കളും അല്ല, അതാരുമില്ല. അപ്പം ഈ പ്രിമേച്ചർ കുഞ്ഞിനെ ഞാൻ 2 മാസം ആയപ്പം തന്നെ എനിക്ക് ജോലിക്ക് പോയി, കാരണം പൈസയുടെ പ്രോബ്ലം. റേച്ചാൻ പിന്നെ രാവിലെ ഗ്രാമത്തിൽ 7 മണിക്ക് പോയാൽ വൈകിട്ട് 7 മണി 7:30 ആവും വരാൻ. അപ്പൊ ഞാൻ നൈറ്റ് ഡ്യൂട്ടി, ഈ 2 മാസമുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യും. അതുപോലെ നമുക്ക് അവനൊരു ഫുഡ് പോലും നല്ലതായിട്ട് കൊടുക്കാനുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട്. അതൊക്കെ ഓർത്തും ഞാൻ അനുഭവിച്ച കഷ്ടത ഓർത്തും ഞാൻ തന്നെ ജോലിയും ചെയ്ത് കുഞ്ഞിനെ നോക്കി, ഇതെല്ലാം കൂടെ ഉള്ള ആ കഷ്ടത ഓർത്താ നമ്മൾ ഈ 5 വർഷത്തിന് ഇനി കുഞ്ഞുങ്ങളെ വേണ്ട. അപ്പം ഞാൻ ഒരു ദിവസം എനിക്ക് രാവിലെ തൊട്ട് വയറ്റുവേദനയായി ഒരു ദിവസം. ഞാനപ്പം ഇങ്ങനെ ഡോക്ടറിനെ റൗണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നപ്പം എന്നോട് ഡോക്ടർ ജി ചോദിച്ചു, ഹമേശ ഹസ്നെ വാലി ലड़की ചെഹ്രെ മേ ക്യോ ഉദാസി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ തൊട്ട് വയറ്റി വേദനയാ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ പെട്ടെന്ന് തന്നെ എല്ലായിടത്തും റൗണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് ഞാൻ നിന്നെ സോണോഗ്രാഫി ചെയ്യാന്ന് പറഞ്ഞു. റൗണ്ട് എല്ലാം കഴിഞ്ഞ് പോയി സോണോഗ്രാഫി ചെയ്തപ്പം പുള്ളിയുടെ ഹസ്ബൻഡിനെയും വിളിച്ചായിരുന്നു, ഡോക്ടർ ക്രിസിനെയും വിളിച്ചു. അവർ രണ്ടും കൂടെ സോണോഗ്രാഫി ചെയ്തപ്പോ 2 പേരും ഭയങ്കര സന്തോഷത്തോട് കൈ കൊട്ടിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു, ക്യാ ഹുവാ ഡോക്ടർ ജി? കാർഡിയാക് ആക്ടിവിറ്റി ഈസ് ദയർ എന്ന് പറഞ്ഞു. ഞാൻ പ്രഗ്നന്റാ, കാർഡിയാക് ആക്ടിവിറ്റി ഉണ്ടെന്ന്. എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും
ഭയങ്കരമായിട്ടുള്ള അഗാധമായിരുന്നു അന്ന്. ഞാൻ എങ്ങനെ പ്രഗ്നന്റ് ആയി എന്ന് എന്റെ കുഞ്ഞിന് 5 മാസമായതേ ഉള്ളു, എന്റെ ഏബേൽ മോന്. ഞാൻ കോപ്പട്ടിട്ടു എന്റെ ലൈഫിൽ ഞാൻ ഇന്ന് വരെ ഈ 55 വയസ്സിൽ വരെ ആരെയും കണ്ടിട്ടില്ല കോപ്പട്ടി ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് കൊച്ചുണ്ടായി ഉണ്ടാകുന്നത്. ആൾക്കാർ വന്ന് അത് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി ആവുന്നത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ കോപ്പട്ടിയില എന്റെ മോള് വന്നേ. അപ്പൊ എനിക്ക് ഒട്ടും അത് അക്സെപ്റ്റ് ചെയ്യാൻ വയ്യ. ഞാൻ ഇത്രയും എന്റെ യേശുവിനെ സ്നേഹിക്കുന്നു, വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിയായിട്ടും എന്റെ ആ ദുഃഖവും എനിക്ക് സാഹചര്യങ്ങളുടെ ഇതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുമായിരുന്നു, ഞാൻ എന്റെ വയറ്റിൽ നിന്ന് ഇടിക്കുമായിരുന്നു. ഞാന് റേച്ചാൻ അറിയത്തില്ല, ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് വന്ന് ഈ വയറ്റിൽ ഇങ്ങനെ ഇടിക്കും, എങ്ങനെയാലും ഇതങ്ങ് പോകട്ടെ, ഞാൻ എങ്ങനെ വളർത്തും, എനിക്ക് 2 കുഞ്ഞുങ്ങളെ വളർത്താനുള്ള സാമ്പത്തികവും ഇല്ല, അതിനുള്ള ആരോഗ്യവും എനിക്കില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വയറിൽ അടിച്ചടിച്ച് ഞാൻ മയങ്ങിപ്പോയപ്പം ഒരു സൗണ്ട്, ഘനമേറിയ ഒരു സൗണ്ട് എന്നോട് ചോദിക്കുക, നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു മഹാൻ വ്യക്തിയോ നാ ചാത്താ है तो तुम उसको क्यों नाश करना चाहती हो? നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു മഹാൻ വ്യക്തിയാണെങ്കിൽ അതിനെ നീ എന്തുകൊണ്ട് നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു? ഈ സൗണ്ട് കേട്ട് ഞാൻ ചാടി ഉണർന്നു. എനിക്ക് മനസ്സിലായി ഈ റൂമിൽ ആരുമില്ല, എന്റെ ദൈവമേ എന്നോട് ഇത് പറയുന്നതെന്ന്. ഞാൻ ദൈവത്തോട് സാഷ്ടാംഗം വീണ് ഞാൻ കർത്താവിനോട് മാപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ചെയ്ത പാപത്തിന് എന്നോട് ക്ഷമിക്കണേ, നിന്റെ ഹിതമാണ് ഈ കുഞ്ഞു ഭൂമിയിൽ വളർന്ന് നീ ആയതിനെ ഇങ്ങനെ തന്നിരിക്കുന്നെങ്കിൽ നിന്റെ ഹിതം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് ഞാൻ സമർപ്പിച്ചു പ്രാർത്ഥിച്ചു. സത്യമായിട്ട് ഞാൻ ഓർക്കും, എന്റെ കുഞ്ഞ് എന്റെ ദൈവം തന്ന മഹാദാനമായ എന്റെ അബ്ദേല. അവള് കൊച്ചിലെ തൊട്ടേ ദൈവത്തിന്റെ അഭിഷേകത്താൽ ദൈവം അവളെ നിറച്ചു. ദൈവത്തിന് വേണ്ടി അവളെ കഴിയുന്നത് അവള് ചെയ്യുന്നു. 2-3 മിനിസ്ട്രിയില് 1-2 മിനിസ്ട്രിയിലൂടെ അവള് ജോയിൻ ആയിരുന്നു. പിന്നെ യൂട്യൂബിൽ തന്നെ അവിടെ തന്നെ ഒരു ചാനൽ തുറന്നിട്ടുണ്ട്. അതിൽ കൂടെ ദൈവത്തിന്റെ പ്രവർത്തികൾ അവള് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾ ഒരു മോന് വേണ്ടി അതിനു വേണ്ടി ഒരു ഭയങ്കര അത്ഭുതമായിരുന്നു പാസ്റ്ററെ. കാരണം ഞങ്ങൾക്ക് അറിയത്തില്ല, ഞങ്ങൾ ഈ നോർത്ത് ഇന്ത്യയിലായതുകൊണ്ട് ഞങ്ങളുടെ മലയാളികളുമായിട്ടുള്ള, ഞങ്ങളെ കേരളത്തിലും അധികം പേർക്ക് അറിയത്തില്ല, ഞങ്ങളെല്ലാം ഈ നോർത്ത് ഇന്ത്യ ഗ്രാമങ്ങളിലായതുകൊണ്ട്. അപ്പം കുഞ്ഞിന്റെ പ്രായം ഇങ്ങനെ ആയപ്പോ ഞാൻ ഓർത്തു, കർത്താപ്പച്ച, നീ തന്നതെല്ലാം ഞങ്ങളുടെ ബാങ്കിൽ കാലിയാ, നീ തന്നതെല്ലാം നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെലവഴിച്ചു. കുഞ്ഞിന് പ്രായമാകുന്നു, ഞങ്ങൾക്ക് പോയി ഒരു മലയാളിയെ കണ്ടുമുട്ടാനും ഒക്കത്തില്ല. പിന്നെ ആരാ നല്ലതെന്ന് ഞാൻ എങ്ങനെ അറിയുന്നു? എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് രണ്ടിനും അറിയത്തില്ല ഏതൊരു മോനെ തെരഞ്ഞെടുക്കണമെന്ന്. അങ്ങനെ ലോകത്തിൽ ഒരമ്മമാരും ഇങ്ങനെ പ്രാർത്ഥിക്കത്തില്ലായിരിക്കും. ഞാൻ വളരെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ ബാത്റൂമിൽ നിൽക്കുമ്പോൾ ഇവിടെ എന്റെ ഹസ്ബൻഡ് കാണാതെ കണ്ണുനീരൊഴുക്കി സ്വർഗത്തിലെ കൈ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ, എന്റെ കുഞ്ഞിന് വേണ്ടി നീ സകലതും കരുതണം. നീ കരുതുന്ന ഒരു കുഞ്ഞ് കടന്നു വന്ന് എന്റെ എൽസമോനോ, അവളെ എൽസ എന്നാ വീട്ടിൽ വിളിക്കുന്ന, എൽസമോനോട് പറയണം, അബ്ദല്ല, ഞാൻ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ കരുതുന്നത് ഞങ്ങൾക്കറിയത്തില്ല എവിടെ പോയി, ഞങ്ങൾക്ക് അധികം കോണ്ടാക്റ്റുകളില്ല, അതുകൊണ്ട് നീ തന്നെ ഞാൻ ഒരു 6 മാസത്തോളം ഇത് പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നു. എന്റെ ഈ പ്രാർത്ഥന എന്റെ ദൈവത്തിനും എനിക്ക് മാത്രം അറിയാം. അങ്ങനെ ഇരിക്കുമ്പോഴാ എന്റെ കുഞ്ഞ് ഇവിടെ ഹൈദരാബാദിൽ അവൾക്ക് വേണ്ടി ദൈവം ഒരു ചെറിയ ജോലി ഒരുക്കുന്നതും അവൾ അവിടെ കടന്നു പോകുന്നതും. അപ്പം ഒരു ദിവസം ഇങ്ങനെ വീഡിയോ കോളിൽ, പപ്പ മമ്മി ആ ദോനോസ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു, 2 പേരും കൂടെ ഒന്നിച്ച് വീഡിയോ കോൾ വരണമെന്നും പറഞ്ഞ് ഇങ്ങനെ മെസ്സേജ് ഇട്ടു. അപ്പം എന്നിട്ട് പറഞ്ഞ് ശാന്തമായിട്ട് കേൾക്കണം, ഒന്നിനും പെട്ടെന്ന് മറുപടി വരരുത്. ഞാൻ പറഞ്ഞില്ല മക്കളെ, പറ എന്തുവാ? അന്നേരം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ടിന്റെ കൂടെ ആ ഫ്രണ്ടിനെ അറിയുന്ന ഞങ്ങളുടെ മോന്, ഞങ്ങളുടെ എബിസൺ മോന്, ഞങ്ങൾക്ക് ദൈവം തന്ന മോന്, അവന് അങ്ങനെ എന്നെ അറിഞ്ഞ ആദ്യം ഫേസ് ടു ഫേസ് ഫൗണ്ടേഷനിൽ അവള് ഡൽഹിയിൽ ഒരിക്കൽ എന്റെ മോള് പോയപ്പം അറ്റൻഡ് ചെയ്യാന്, അന്ന് ആ മോന് അമേരിക്കയിൽ നിന്ന് കണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ദൂരെ ഒരു പ്രാവശ്യം കണ്ടതേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് അവന്റെ ഒരു വലിയ മോന്റെ അവന് അമേരിക്കയിലായിരുന്നു. അവിടുന്ന് ദൈവവിളി കേട്ട്
അവനെ നമ്മുടെ ദേഹരാദൂണില് 5 വർഷം അവൻ ദൈവ പഠനം കഴിഞ്ഞ് അവൻ വീണ്ടും അമേരിക്കയിലോട്ട് കടന്നുപോയി. അവിടുന്ന് ദൈവം പറഞ്ഞ് ഇന്ത്യയിലേക്ക് നീ പോണമെന്ന് അവനവിടെ പോയി ജോലി ചെയ്യുമായിരുന്നു. ദൈവം പറഞ്ഞില്ല, തിരിച്ച് ഇന്ത്യക്ക് പോകണമെന്ന് അവന് ശരിയായിട്ടുള്ള ദൈവവിളി കേട്ട് അവൻ ഇന്ത്യക്ക് വന്നത്. അവൻ എവിടോട്ട് ഇന്ത്യയിൽ വരണമെന്നും അറിയത്തില്ലായിരുന്നു. അവൻ ഇറങ്ങി, അവൻ ഡൽഹി അടുക്കാറായപ്പം ഫ്ലൈറ്റിൽ വെച്ചൊരു അവന്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞു, മെസ്സേജ് ഇട്ട്, ബിസൻ ഇവിടെ ഫേസ് ടു ഫേസ് ഫൗണ്ടേഷന്റെ ഒരു വർഷിപ്പ് നടക്കുക, അതുകൊണ്ട് ഡൽഹിയില് അഡ്രസ് കൊടുത്ത് ഈ പാസ്റ്ററെ കാണണമെന്നും പറഞ്ഞു. അങ്ങനെ മോൻ അവിടോട്ട് വരുന്നേ. അവന് ദൈവം പറഞ്ഞ അനുസരിച്ച് അവൻ ഇറങ്ങി തിരിച്ചൊരു കുഞ്ഞായിരുന്നു. അവൻ 1 വർഷത്തോളം എനിക്ക് തോന്നി മോൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം അവനോട് ഹൈദരാബാദിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ അവന് ഹൈദരാബാദിൽ വന്നതാ. അപ്പം 1-2 പ്രാവശ്യം എൻ്റെ കുഞ്ഞിനെ കണ്ട് അവന് ദൈവം തോന്നിച്ചതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പ്രാർത്ഥന നിമിത്തം അങ്ങനെ ഒരു ദിവസം വന്നേ അബ്ദേലയോട് പറഞ്ഞു, എൽസ, ഞാൻ നിന്നെ മാരി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്നെ ഗലത്ത് ആയിട്ട് ഇത് ചെയ്യരുത്, വിചാരിക്കരുത്. അപ്പം എൻ്റെ ചോട്ടു പറഞ്ഞു, എൻ്റെ പേരൻസ് ഞാൻ പറയുന്നത് കേൾക്കുന്ന അവരെ എനിക്കറിയാം, പക്ഷെങ്കിൽ ആദ്യം നിന്റെ പേരൻസിനോട് നീ സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ മോൾ എന്നോട് ഞങ്ങളെ വീഡിയോ കോളിൽ വന്ന് ഇത് കാര്യം പറയാനാ, മമ്മി ഇങ്ങനൊരു കാര്യമുണ്ട്, ഇങ്ങനെ ഒരാൾ എന്നോട് പറഞ്ഞു, പക്ഷെ നിങ്ങൾ എന്തുവാ പറയുന്നേ, അവരെല്ലാം ഇതില്ല. അപ്പം അവള് പറയുന്നുണ്ട്, പിന്നെ ഒന്ന് എടുത്തു ചാടി മമ്മി പറയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളോട് എന്തുവാ പറ. അന്നേരം പറഞ്ഞു, ഇങ്ങനെ വന്ന് പറഞ്ഞേ എൽസ, ഞാൻ നിന്നെ വിവാഹം. ഞാൻ പറഞ്ഞു, ഇത് ദൈവത്തിന് തന്നെ മാത്രമാണ്. അപ്പം പറഞ്ഞു, അമ്മയ്ക്ക് എങ്ങനെ അറിയാം, അമ്മ പ്രാർത്ഥിച്ചു പോലും ഇല്ല, അമ്മ എങ്ങനെ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കും 6 മാസം കൊണ്ട്. നിന്നെ എന്റെ ദൈവത്തിന് നീ തിരഞ്ഞെടുക്കപ്പെട്ട പൈതലിനെ നിനക്ക് വേണ്ടി ഇങ്ങനെ വന്ന് നിന്നോട് ചോദിക്കണമെന്നാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ആ ദൈവപൈതൽ നിന്നോട് വന്ന് പറഞ്ഞതാ. അവൻ കറുത്തതാന്നോ, അവൻ വെളുത്തതാന്നോ, അവൻ തലമുടിയുണ്ടോ തലമുടിയില്ലയോ, അവൻ എങ്ങനാന്നോ എനിക്കൊന്നും കേൾക്കണ്ട. അവൻ നിന്നോട് വന്ന് പറഞ്ഞെങ്കിൽ അതെന്റെ സ്വർഗത്തിലെ ദൈവം കൊണ്ടു തന്നതാ. സത്യമായിട്ടും അത് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൊണ്ടു തന്ന ദാനമാ. ഞങ്ങൾ ഒരിക്കലും ഡൂണ്ട് ചെയ്താ ഞങ്ങൾക്ക് കിട്ടാത്തൊരു പൈതല് ഇന്ന് ഞങ്ങൾക്ക് 3 മക്കളായി. ആ മോനും ഞങ്ങൾക്ക് ദൈവം കൊണ്ടു തന്നു. അങ്ങനെ ഞങ്ങൾ ഒന്നും കൂട്ടി വെച്ചില്ലപ്പ. 1 രൂപ പോലും ഞങ്ങളുടെ ബാങ്കിൽ അന്നും ഇല്ല ഇന്നും ഇല്ല. അങ്ങനെ അവിടെ കല്യാണം ഞങ്ങൾക്ക് 4 മാസത്തിന്റെ സമയം കർത്താപ്പച്ചൻ തന്നു. അവിടെ കല്യാണം ഏറ്റവും അനുഗ്രഹമായിട്ട് നടന്നു. അത് കഴിഞ്ഞിട്ട് അവള് ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് ലാസ്റ്റ് പറഞ്ഞ് കല്യാണത്തിന്റെ 5-6 ദിവസം കഴിഞ്ഞപ്പോ, മമ്മി പപ്പ ഞാൻ മിച്ചം വന്ന 1 ലക്ഷം രൂപ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ടു. ഹല്ലേലൂയ. കിത്തന നമ്മുടെ ദൈവം എത്ര വലിയവനാ. തന്റെ മക്കൾക്ക് വേണ്ടി അവൻ സകലതും കരുതുന്നവനാ. അങ്ങനെ കർത്താവ് ചെയ്യുന്ന നന്മ ഇന്നുവരെയും ഞങ്ങളെ ദൈവം നടത്തി. ഞാൻ ലാസ്റ്റില് ലക്നവി ഞങ്ങള് ആദ്യത്തെ പ്രാവശ്യം ചെന്നപ്പം ഓഡീസായി വരാൻ വേണ്ടി ദൈവം പറഞ്ഞപ്പോ, ഞാൻ അന്ന് ചർച്ചിൽ ആരാധന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ ഞാൻ റേച്ചാനോട് പറഞ്ഞു, റേച്ചാൻ വണ്ടി ഓടിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, അച്ചു എത്ര നാള് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അല്ല, എൻ്റെ സ്വർഗത്തിലെ അപ്പച്ചനോട് പറഞ്ഞു, എത്ര നാള് കർത്താപ്പച്ച ഇങ്ങനെ ഓടും, ഞങ്ങളുടെ പ്രായമായില്ലയോ. അപ്പം ദൈവം എന്നോട് പറയുക, അനുസരിക്കുന്നവനോട് മാത്രമേ എനിക്ക് പറയാനൊക്കുവെന്ന്. ആ സൗണ്ട് കേട്ടപ്പോഴേ ഞാൻ കർത്താവിന്റെ സന്നിധി ഇത് പറഞ്ഞ ഉടനെ ഞാൻ റേച്ചാനോട് പറഞ്ഞു, ദൈവം പറയുക, കേൾക്കുന്നവനോടല്ല അനുസരിക്കുന്നവനോട് എനിക്ക് പറയാനൊക്കത്തുള്ളൂ. എല്ലാരും ഇങ്ങനെ എല്ലാ കെട്ടും പാട്ടവും എടുത്ത് ഇങ്ങനെ നടക്കത്തില്ലല്ലോ. അങ്ങനെ കർത്താവ് പറഞ്ഞിടത്തെല്ലാം ഞങ്ങൾ പോയി. ഇതുവരെ അപ്പച്ചൻ ഞങ്ങളെ സൂക്ഷിച്ചു പരിപാലിച്ചു. ഇനി ഞങ്ങൾക്കൊരു മോക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവവേലയെ സ്നേഹിക്കുന്ന ഞങ്ങളോടൊപ്പം കർത്താവിന്റെ മഹിമയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു മോളെ കർത്താവ് തരാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഏബേൽ മോന് വേണ്ടി. അങ്ങനെ ഇന്ന് വരെ ഞങ്ങളെ നടത്തി. പാസ്റ്ററെ, ഇതാണ് എൻ്റെ ലൈഫിന്റെ എല്ലാ അവസ്ഥകളിലും എൻ്റെ അപ്പച്ചൻ എന്നോട് കൂടെ ഇരുന്ന് വഴി നടത്തി. ഞാൻ ക്രിസ്തുവിൽ എനിക്ക് ബാപ്റ്റിസം എടുക്കേണ്ട സമയത്ത് കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വചനമുണ്ട്. ആ ഒരു വചനം ഞാൻ വായിച്ചോട്ടെ. ഒരു വചനം, ഞാൻ ദൈവത്തിന് സന്നിധി ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കുക.
സ്നാനം ആവശ്യമാണോ ആവശ്യമില്ലയോ എന്ന്. ആ സമയത്ത് കർത്താവെ നിന്റെ ഹിതമാണെങ്കിൽ, കാരണം വീട്ടിൽ പ്രതികൂലം വന്നതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചത് ചെയ്യാനിട ഓർത്തില്ല. അപ്പൊ ഞാൻ അതിനുവേണ്ടി ഉപവസിച്ചിരിക്കും, അങ്ങ് എന്നോട് പറയണം. അതുവരെ ഞാൻ അങ്ങനെയുള്ള വിഷയം കണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ ലാസ്റ്റ് പ്രാർത്ഥിച്ച് എണ്ണിക്കാൻ തുടങ്ങിയപ്പോ ബ്ലാക്ക് ബോർഡിൽ ഗോൾഡൻ ലാംഗ്വേജിൽ എഴുതി കർത്താവ് എന്നോട് കാണിച്ചു, പ്രേരിതവും കേൾക്കാം, അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഭിത്തി കാണാം. പിന്നെ ഞാൻ കണ്ണടച്ചു, ദൈവമേ ഇതെന്തുവാ? അങ്ങനെ 4 പ്രാവശ്യം കണ്ണടയ്ക്കുകയും തുറക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് മനസ്സിലായി ദൈവം എന്നോട് വചനത്തിൽ കൂടെ സംസാരിക്കുവാൻ പോകുന്നതാണ്. അങ്ങനെ ഈ വചനം അത് തുറന്നു നോക്കി ഞാൻ വായിച്ചു. ഇങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവൻ എന്നോട്, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം നിന്നെ തന്റെ ഇഷ്ടം അറിവാനും നീതിമാനായവനെ കാണുവാനും അവന്റെ വായിൽ നിന്ന് വചനം കേൾപ്പാനും നിയമിച്ചിരിക്കുന്നു. നീ കാണുകയും കേൾക്കുകയും ചെയ്തതിന് സകല മനുഷ്യർക്കും നീ അവന്റെ സാക്ഷിയായി തീരും. ഇനിയും താമസിക്കുന്നത് എന്ത്? എഴുന്നേറ്റ് അവന്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ച് സ്നാനമേറ്റ് നിന്റെ പാപങ്ങളെ കഴുകിക്കളക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ പ്രകാരം അവന്റെ സാക്ഷിയായി അനേക ഇടങ്ങളിൽ നിൽക്കുവാൻ, ഗ്രാമങ്ങളിൽ നിൽക്കുവാൻ കർത്താവ് ഭാഗ്യം തന്നു. ഇന്ന് വരെയും ഭാഗ്യം തരുന്നു. മേലാലും ജീവനുള്ള കാലത്തോളം അവന്റെ സാക്ഷിയായി നിൽപ്പാൻ ഞാൻ എന്നെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധി സമർപ്പിക്കുകയാണ് ഈ സാക്ഷ്യത്തിന്റെ ഇടയിൽ. താങ്ക് ഗോഡ്. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിന്റെ ദാസി സുമാ ഫിലിപ്പിന്റെ ജീവിതത്തില് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ പ്രത്യേക തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളതായ നല്ല ഓർമ്മകൾ, നല്ല അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ കർത്താവ് അവസരമൊരുക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു മർത്തോമ കുടുംബത്തില് വളർത്തപ്പെട്ട അല്ലെങ്കിൽ ജനിക്കുവാനിടയായി തീർന്ന ആ ഒരു അനുഭവം, അവിടെ ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും വളരെ ചെറുപ്പത്തിൽ തന്നെ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുവാൻ, യേശുവിനെ കണ്ടുമുട്ടുവാൻ, കർത്താവിന്റെ കൽപ്പന അനുസരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യം വരികയും കർത്താവിന്റെ കൽപ്പന അനുസരിപ്പാനും ഭാഗ്യം ലഭിക്കുവാൻ ഇടയായി തീർന്നു. പിന്നത്തേതില് കേരളത്തിൽ നിന്ന് ഉത്തർപ്രദേശത്തിലേക്ക് പോവുകയും അവിടെ വിദ്യാഭ്യാസം തുടർന്ന് നഴ്സിംഗ് പഠനമൊക്കെ പൂർത്തീകരിച്ച് വിവാഹ ജീവിതം നയിക്കുവാനും തുടർന്ന് കർത്താവിന്റെ വേരെയുള്ള ബന്ധത്തില് ഉള്ളതായ ഒരു പാഷൻ ജീവിതത്തിൽ ഉണ്ടാകുകയും വിവിധ മേഖലകൾ, വിവിധ ഇടങ്ങളിൽ, ഗ്രാമങ്ങളിൽ സുവിശേഷത്തിന്റെ ദൗത്യവുമായി പോകുവാൻ, അപ്പോൾ തന്നെ ഔദ്യോഗികമായി പല ഹോസ്പിറ്റലുകളിലും പല ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ആ ദൗത്യം ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇപ്പോൾ ഒറീസയിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസിനെയും 2 കുഞ്ഞുങ്ങളെയും മകൾ കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി ഉപയുക്തമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകർക്ക് ഈ സാക്ഷ്യവും കർത്താവിന്റെ ദാസിയുടെ ജീവിതാനുഭവങ്ങളും ഒരു അനുഗ്രഹമായി തീർന്നത് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ദൈവസന്നിധിയിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലെ പ്രകാരം പ്രയോജനപ്പെട്ടു എന്ന് ആമേന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ഭാഗവുമായി നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരുപക്ഷെങ്കിൽ താങ്കള് ഒരു നാമധേയ കുടുംബത്തിലോ പശ്ചാത്തലത്തിലോ ജനിച്ചു വളർത്തപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നും അതേ തൽസ്ഥിതി തന്നെ തുടരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ സ്നേഹം നിങ്ങൾ തിരിച്ചറിയുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കർത്താവിന് വേണ്ടി ഏറെ മുന്നേറുവാൻ, ഏറെ പ്രയോജനപ്പെടുവാനുള്ള അവസരങ്ങൾ ഇതിനോടകം നഷ്ടമായെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലേക്ക് എത്തൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ദൈവരാജ്യത്തിന് വേണ്ടി ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കൂ, ഹൃദയങ്ങളെ ഏകാഗ്രമാക്കൂ. നാം ഒരുമിച്ച് സ്തോത്രത്തോട് പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ അരോമ ടിവിയിലെ ഓരോ പ്രേക്ഷകരെയും ദൈവവരങ്ങളെ ഫലമേൽപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ ദാസി സിസ്റ്റർ സുമാ ഫിലിപ്പ് ഈ സമയം ഒരു വാക്കിൽ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. കർത്താവിന്റെ ദാസിക്ക് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞങ്ങളുടെ ജീവന്റെ ഉടമസ്ഥനായ സ്വർഗീയ പിതാവേ,
നിന്റെ മക്കളുമായി കർത്താവെ, ഞങ്ങളുടെ അരോമ ടിവിയിലെ കർത്താവെ എല്ലാ പ്രേക്ഷകരുമായി കർത്താവെ, അങ്ങയുടെ ദൈവദാസനുമായി കർത്താവെ ഞങ്ങൾ കടന്നു വരുന്ന കർത്താവെ, ഇങ്ങനൊരു അവസരം കർത്താവെ നീ ഒരുക്കി തന്നതിനാൽ അങ്ങേ അധികമായി സ്തുതിക്കുന്നു. എല്ലാ ഞങ്ങളുടെ പ്രേക്ഷകർക്കും വേണ്ടി യേശുവിന്റെ അധികാരമുള്ള നാമത്തിലടിയും പ്രാർത്ഥിച്ചവരെ ബ്ലസ് ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ ബ്ലസ് ചെയ്യുന്ന കർത്താവെ, നിനക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുവാൻ, നിന്റെ ശബ്ദം കേട്ട് തന്റെ പടകളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ നിന്റെ മക്കളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് എന്റെ കർത്താവിനെ തിരിക്കുവാനല്ല, കർത്താവിന്റെ പ്ലാനിനും പദ്ധതിക്കും അനുസരിച്ച് തങ്ങളെ തന്നെ സമർപ്പിച്ച ഒരു ക്രിസ്തീയ ജീവിതം അവരുടെ ഈ ഭൂമിയിൽ അവർക്ക് നയിക്കുവാൻ ഒരു ഭാഗ്യം വ്യക്തികളായി കുടുംബങ്ങളായി എല്ലാവർക്കും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിന്നെയും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. വേഗം ഞങ്ങളെ ചേർപ്പാൻ കടന്നു വരുന്ന പൊന്നേശുവിന്റെ പവിത്ര നാമത്തിൽ തന്നെ ആമേൻ. വളരെ നന്ദി കർത്താവിന്റെ ദാസി സിസ്റ്റർ സുമാ ഫിലിപ്പ്. ഇത്രത്തോളം സമയം അരോമ ടിവിയിലെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും സാക്ഷ്യവും പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ ദാസിയുടേതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരുന്ന മാന്യ പ്രേക്ഷകരുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേൾക്കട്ടെ, അനുഗ്രഹിക്കട്ടെ, ദൈവനാമം അതിലൂടെ മഹിമപ്പെടുവാൻ ഇടയായിത്തീരും. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. വാട്സപ്പിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. നിങ്ങളുടെ വിഷയങ്ങൾ ആമേൻ ദൈവസേന ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാക്ഷ്യവുമായി വീണ്ടും കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com